الحمد لله رب العالمين. الحمد لله الذي فضل لنا شهر رجب وأوجب علينا تعظيمه وتوقيره فوجب. أحمده على ما قضى وأبرم وأشكره على ما أعطى وأنعم. وأشهد أن لا إله إلا الله رب الجود والكرم. وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله نبي الرحمة وسيد الأمة قادة الحق وسادة الخلق وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة. أصحاب الجنة هم الفائزون. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. يا ربي بالمصطفى بلغ مقاصدنا واسمح لنا ما مضى يا واسع الكرم. نور إله السماء قلب الغريب كما نورت قلب إمام الناس غزالي. يا ربي أعط لنا علما وفهما كما أعطيت يا ربنا لشيخ غزالي. يا ربي هيا لنا من أمرنا رشدا واجعل معونتك الحسنى لنا مددا واجعل معونتك الحسنى لنا مددا.
ബഹുമാന ആദരവുകൾ നിറഞ്ഞ നമ്മുടെ അധ്യക്ഷൻ മുഹമ്മദ് ഹനീഫ് മാസ്റ്റർ അവകൾ, ഷാഹുൽ ഹമീദ് ജനറൽ സെക്രട്ടറി, നമുക്കിവിടെ സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ ഉസ്താദ് അലി സഖാഫി ജനറൽ കൺവീനർ സ്വാഗത സംഘം, നമുക്കിവിടെ ആത്മീയമായ ഒരു പ്രഭാഷണവും അതിനോടനുബന്ധിച്ച് നമുക്കൊരു ദുആയും നൽകി ആർദ്രതയിലേക്ക് നമ്മെ നയിച്ച ബഹുമാന്യനായ സയ്യിദ് സൈനുൽ ആബിദീൻ മുത്തുക്കോയ തങ്ങൾ അൽ-അഹദൽ കണ്ണവം തങ്ങൾ അവറുകളെ, വേദിയിൽ ഇരിക്കുന്ന ബഹുമാന്യനായ സലാം സാദി, അതേപോലെ സുഹൈൽ, മറ്റു വിശിഷ്ടാതിഥികൾ, ഉലമാക്കളെ, ഉമറാക്കളെ, പണ്ഡിത മഹത്തുക്കളെ, ഇതിന്റെ സംഘാടകരെ, പ്രവർത്തകരെ, ഇത്രയും സമയം ഇവിടെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന നല്ലവരായ ദീനി സ്നേഹികൾ, സ്നേഹമുള്ള ഉമ്മ പെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രസംഗം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. സാധാരണ പ്രസംഗം ഇവിടെ മൈക്കും സ്റ്റേജെല്ലാം തണുപ്പ് പിടിച്ചു തുടങ്ങി. പരിപാടി എല്ലാവരും കുറെ വൈകിയത് കൊണ്ട് പിന്നെ ഈ ഉള്ളിലാകുമ്പോൾ പ്രശ്നമില്ലായിരിക്കും. നിങ്ങൾക്ക് ഗ്രാമങ്ങളിലൊന്നും വലിയ വിഷയം ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ നമ്മെ ഏവരെയും അവന്റെ ഫളല് വറം ജൂദ് കൊണ്ട് സ്വർഗത്തിലും ഇതേപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മുബാറക്കായ മജ്ലിസിൽ വന്നിരുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. ശാരീരികമായ മാനസികമായ രോഗങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ഈ രാവിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണമായി ശിഫയാക്കി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയവർക്കെല്ലാം അല്ലാഹു പൂർണ്ണമായ നിലയിൽ മഗ്ഫിറത്ത് കൊടുത്ത് മർഹമത്ത് കൊടുത്ത് സ്വാലിഹീങ്ങളോടൊപ്പം അവരുടെ ആത്മാവിനെ കൂട്ടിച്ചേർക്കുമാറാകട്ടെ. നമ്മളും ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയം അല്ലാഹു ഇഷ്ടപ്പെട്ട ആരിഫീങ്ങളുടെ മരണമായി, മുത്തഖീങ്ങളുടെ മരണമായി അല്ലാഹു അനുഗ്രഹിക്കുകയും കലിമ ചൊല്ലി സന്തോഷത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് യാത്ര പുറപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അന്ത്യവിലാപം, അതിന്റെ യാത്ര എന്തൊക്കെയാണ് ഒരു സംഘാടകർ പറഞ്ഞത്. ഈ ലോകത്ത് നിന്ന് നമ്മൾ വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് നമ്മൾ യാത്ര ചെയ്യും. സ്വാഭാവികമായി കുറഞ്ഞ ദിവസത്തെ ജീവിതമാണ് ഈ ദുനിയാവിൽ നമുക്ക് അല്ലാഹു വഅദ ചെയ്തത്. കുറഞ്ഞ കാലഘട്ടത്തിലെ ജീവിതം. നമുക്ക് പിന്നെ കാലാകാലം ജീവിക്കാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് സ്വർഗ്ഗമാണ്. അല്ലാഹു നമ്മളെ എവിടേക്ക് എത്തിക്കുമാറാകട്ടെ. ഇതൊക്കെ കുറഞ്ഞ കാലഘട്ടത്തിലെ ജീവിതമാണ്. ദുനിയാവെന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പൊ ഈ ദുനിയാവിനോടാണ്. അതാണ് ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്ന ദുനിയാ മുദ്ബിറ അലാ ഇന്ന ദുനിയാ മുദ്ബിറതുൻ വ ഇന്നൽ ആഖിറത മുഖ്ബിലതുൻ ഫലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ فكونوا من أبناء الآخرة ولا تكونوا من أبناء الدنيا فإن اليوم عمل ولا حساب وغدا حساب ولا عمل. അലി റളിയല്ലാഹു തആല അൻഹു ഉഗ്ര പ്രഭാഷണം നടത്തുകയാണ്. ലോക ജനതയോട്, സത്യവിശ്വാസികളെ, നമ്മളിൽപ്പെട്ട ഓരോരുത്തരോടും മഹാനായ അലി കറമല്ലാഹു വജ്ഹഹു ഒരു ഉഗ്ര പ്രഭാഷണം നടത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അന മദീനത്തുൽ ഇൽം വ അലിയുൻ ബാബുഹാ, ഞാൻ ഇൽമ
ഇൽമിന്റെ പട്ടണമാണെങ്കിൽ അലിയാരി തങ്ങൾ അതിന്റെ വാതിലാണെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ ആ മഹാനുഭാവൻ പറഞ്ഞതാണ്, ജനങ്ങളെ നിങ്ങൾ അറിയണം കേട്ടോ, അലാ അറിയണേ, ഇന്ന ദുനിയാ മുദ്ബിറ, ദുനിയാവ് എക്സ്പയർ ആയിക്കൊണ്ടിരിക്കുകയാ, ദുനിയാവ് നമ്മളെ വിട്ടുപിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാ. നമ്മളെ സ്വീകരിക്കാൻ വരുന്നത് പരലോകമാണ്, ആഖിറമാ. ആഖിറം നമ്മളിലേക്ക് അടുക്കുന്നു, ദുനിയാവ് നമ്മിൽ നിന്ന് വിട പറയുന്നു. പക്ഷേ വലിക്കുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ദുനിയാവിനും ആളുകളുണ്ട്, മക്കളുണ്ട്, ആഖിറത്തിലേക്കും മക്കളുണ്ട് കേട്ടോ. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആരുടെ മക്കളാകണമെന്നാണ് അലിയാര് തങ്ങൾ പറഞ്ഞത്? ആഖിറത്തിന്റെ മക്കളാകണേ. വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയാ, ദുനിയാവിന്റെ മക്കളാകരുത് കേട്ടോ. ഈ ദുനിയാവെന്ന് പറയുന്നത് നശ്വരമാണ്, ക്ഷണികമാണ്, നൈമിഷികമാണ്. ഇന്നമാ അതാകുമുല്ലാഹു അദ്ദുനിയാ ലിതത്ലുബൂ ബിഹൽ ആഖിറ വലം യുഅതികുമൂഹാ ലിതർകുനൂ ഇലൈഹാ. ഇന്ന ദുനിയാ തഫ്നി വൽ ആഖിറതു തബ്ഖാ. അല്ലാഹു ഈ ദുനിയാവ് നമുക്ക് നൽകിയത് അതിലൂടെ ആഖിറത്തിനെ നേടിയെടുക്കാനാണ്. ദുനിയാവിൽ നമ്മുടെ ജീവിതം അടിച്ചു പൊളിച്ച് അവസാനിപ്പിക്കാനല്ല. നാം ഇന്ന് നമസ്കരിക്കുന്ന നമസ്കാരം, അല്ലെങ്കിൽ ഈ പാതിരയോടടുത്ത സമയത്ത് ഈ കൊച്ചു ഗ്രാമത്തിന്റെ ഉള്ളിൽ മരം കോച്ചുന്ന തണുപ്പിനെ അവഗണിച്ചുകൊണ്ട് ഈ ഇൽമിന്റെ മജ്ലിസിൽ ധന്യരായത് ആഖിറത്തെ ഭയന്നുകൊണ്ടല്ലേ. നമ്മൾ കൈനീട്ടുന്ന സദഖകൾ, നമ്മൾ കൊടുക്കുന്ന സദഖകൾ, നമ്മൾ പിടിക്കുന്ന നോമ്പുകൾ, ഈ പരിശുദ്ധമായ രാവിൽ നാം എടുക്കുന്ന ഓരോ സുന്നത്ത് കർമ്മങ്ങളും നന്മകളുമെല്ലാം ആഖിറത്തിനെ വിലക്ക് വാങ്ങാനുള്ളതല്ലേ. അതുകൊണ്ട് അലിയാര് തങ്ങൾ പറയുകയാണ്, ഇന്ന ദുനിയാ തഫ്നി, ദുനിയാവെന്ന് പറയുന്നത് നശിച്ചു പോകും കേട്ടോ. വൽ ആഖിറതു തബ്ഖാ, ആഖിറമാണ് എക്കാലവും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളെ, ഈ കുറഞ്ഞ കാലയളവിലെ ജീവിതത്തിൽ നമുക്ക് അമൽ ചെയ്യാനുള്ള സമയമേ ഉള്ളൂ. ആരും നിന്നോട് നീ നമസ്കരിക്കാത്തത് എന്തേ എന്ന് ചോദിക്കൂല. എന്തിനാണ് കള്ളു കുടിച്ചത്, എന്തിനാണ് വ്യഭിചരിച്ചത്, എന്തിനാണ് ലോട്ടറി എടുത്തത്, എന്തിനാണ് നീ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത്, എന്തിനാണ് മയക്കുമരുന്ന് MDM അടിക്കുന്നതെന്ന് പോലും ഒരാൾ ചോദിക്കാൻ ഈ ദുനിയാവിൽ ഉണ്ടാവില്ല കേട്ടോ. ഫൈനൽ യൗമ അമലുൻ വലാ ഹിസാബ്, നന്മ ചെയ്താലും തിന്മ ചെയ്താലും ഈ ദുനിയാവിൽ നിന്നെ ചോദ്യം ചെയ്യാൻ ഒരാളുമില്ല. പക്ഷേ ആഖിറത്തിലേക്കുള്ള ഒരു പുറപ്പാടിന് നീ തയ്യാറെടുക്കുന്ന ദിവസമുണ്ടല്ലോ. എല്ലാവരും നീ എക്സ്പയർ ആകുമ്പോ ആറടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിലേക്ക് നിന്നെ വലിച്ചെറിഞ്ഞ് നിന്റെ മീതെ മണ്ണിട്ട് പോകുമ്പോ ഓർക്കണേ, ഗദൻ ഹിസാബ് വലാ അമലുൻ, അവിടെ ഹിസാബാണ്, അവിടെ ചോദ്യമാ, അവിടെ അമലുകൾക്ക് ഒരു സ്ഥാനവുമില്ല, അമലുകൾ ചെയ്യാൻ അവസരവുമില്ല. അതുകൊണ്ട് അലിയാര് തങ്ങൾ നമ്മളോട് ഉപദേശിച്ച ഉപദേശമാ, വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയാ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളായി അതപ്പതിച്ചു പോകരുത് കേട്ടോ. ബൽ തൂസിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറു വഅബ്ഖാ ഇന്ന ഹാദാ ലഫി സുഹഫിൽ ഊലാ സുഹഫി ഇബ്രാഹീമ വമൂസാ. ഏത്
ഗതികേടുകൾ വേണമെങ്കിൽ നോക്കിക്കോ. മുൻകാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗ്രന്ഥങ്ങളിൽ പോലും ഈ ആഖിറത്തിന്റെ നിസായി, ദുനിയാവിന്റെ നിസാരതയും നശ്വരതയും അള്ളാഹു അറിയിക്കുകയാണ്. ഈ ദുനിയാവിന്റെ നൈമിഷികമായ ജീവിതത്തെ കുറിച്ച് നമുക്ക് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ട് അത് മനസ്സിലാക്കാതെ ദുനിയാവിന്റെ ജീവിതത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതെങ്കിൽ ഓർക്കണേ, അറിയണേ, വൽ ആഖിറത്തു ഖൈറു വഅബ്ഖാ, ആഖിറമാണ് എക്കാലവും നിലനിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇഅ്മൽ ലിദുനിയാ ബിഖദ്രി ബഖായിക ഫീഹാ വഅ്മൽ ലിൽ ആഖിറ ബിഖദ്രി മഖാമിക ഫീഹാ. ദുനിയാവിലെ കുറഞ്ഞ കാലയളവിലെ ജീവിതത്തിന് വേണ്ടി നീ സമ്പാദിക്കണേ, അതിനു വേണ്ടി നീ പണിയെടുക്കണം കേട്ടോ. എക്കാലവും കാലാകാലവും ഒരിക്കലും നശിക്കാത്ത ആഖിറത്തിന്റെ പരലോക ജീവിതത്തിന് വേണ്ടി അമിതമായി പണിയെടുക്കണേ. അതാണ് സുസ്ഥിരമായത്, അതാണ് അനശ്വരമായത്. കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറത്തിലേക്കുള്ള പുറപ്പാട്. ദുനിയാവല്ല നമുക്ക് വലുത്. ദുനിയാവ് ഏത് സമയത്തും ഇന്നോ നാളെയൊക്കെ പോകും. രാത്രി എല്ലാവരും കിടന്നല്ലേ. വയനാട്ടുകാർ 12 മണി, 11:45, 12:50, 1 മണിക്കൊക്കെ സലാം പറഞ്ഞ് ഓൺലൈനിലൂടെ സലാം പറഞ്ഞു, ശരി ഇൻഷാ അല്ലാഹ് നാളെ കാണാമെന്നൊക്കെ പറഞ്ഞു വിട്ടവരാണ്. എവിടായി? നാളെ കണ്ടോ? എന്തായിരുന്നു അവസ്ഥ? 3, 4, 5, 10, 15 ദിവസം കഴിഞ്ഞിട്ട് വരെയാണ് അവരുടെയൊക്കെ മയ്യത്തുകൾ കണ്ടെത്തിയത്. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവസ്ഥ മനുഷ്യന്റെ അതാണ്. എല്ലാവരും പോകും, എല്ലാം നശിച്ചു പോകും. എപ്പോഴാണ് ഗ്യാരണ്ടി ഉണ്ടോ? ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ ഈ ഗ്യാരണ്ടി അള്ളാഹ് കൊടുക്കാത്ത എന്തിനാണെന്നറിയോ? എത്ര ദിവസം വരെ, എത്ര വർഷം വരെ, എത്ര ആയുസ് വരെ നിനക്കുണ്ടെന്ന് അള്ളാഹു നമുക്കറിയിച്ചു തന്നാൽ അതിന്റെ ഒരു 6 മാസം മുമ്പ് മുതൽ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കും. 2026 ഡിസംബർ 10-ാം തീയതി നീ മരിക്കൂന്ന് കണ്ടാല് 2026 ജനുവരി മുതൽ നമ്മൾ ഈ ഭാഗത്ത് തുടങ്ങും. ഇത് ഉടായിപ്പ് സിസ്റ്റമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല എവിടെയാണ് നീ മരിക്കുക, എപ്പോഴാണ് മരിക്കുക, എങ്ങനെയാണ് മരിക്കുക. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെ എന്താണ് പ്രവർത്തിക്കുക നീ ഒരുപക്ഷെ ഇന്ന് രാത്രി ഫോൺ വിളിച്ചു പറയും, നാളെ നമുക്ക് മംഗലാപുരത്ത് വെച്ച് കാണാം, ഉപ്പളയിൽ കാണാം, കുമ്പളയിൽ കാണാം. രാവിലെ വിളിക്കുന്നു, അനക്കമില്ല, ആവിയില്ല. ഇതാ അടുത്ത ആള് വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി കേട്ടോ. അതുകൊണ്ട് സഹോദരങ്ങളെ, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ ഞാൻ ഗൾഫിലേക്ക് പോകുമോ, നാളെ ഞാൻ ഉണരുമോ, നാളെ ഞാൻ സ്കൂളിലേക്ക് കോളേജിലേക്ക് പോകുമോ, ഇത് അല്ലാഹുക്കല്ലാതെ നമുക്കാർക്കും അറിയില്ല. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അയ്യശാ അല്ലാഹ്. ഒരു കാര്യവും ഞാൻ നാളെ ചെയ്യാം അല്ലാഹുവിന്റെ തീരുമാനത്തോടെ അല്ലാതെ എന്ന് പറയരുത് കേട്ടോ. അല്ലാഹു ഉദ്ദേശിച്ചാൽ, അവൻ വിധിച്ചാൽ, അവൻ ആഗ്രഹിച്ചാൽ, അവൻ ഇച്ഛിച്ചാൽ നാളെ കാണാം, നാളെ നമുക്ക് പ്രവർത്തിക്കാം എന്നല്ലാതെ സ്വമേധയാ ഇൻഷാ അല്ലാഹ് പോലും പറയാതെ അല്ലാഹയെ മതിമറന്നിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കരുതേ. പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് താക്കീത് ചെയ്യുകയാണ്. അതുകൊണ്ട് വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഏത് മണ്ണിലാണ് മരിക്കുക, എവിടെയാണ് മരിക്കുക, എപ്പോഴാണ് മരിക്കുക, ഇത് അല്ലാഹു അല്ലാതെ ഒരാളും അറിയില്ല കേട്ടോ. അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് വേണം. എവിടെ തയ്യാറെടുപ്പ്? മനുഷ്യന്മാർക്ക് കല്യാണം വന്നാൽ അവന്റെ തയ്യാറെടുപ്പുകളൊക്കെ പോകും. കല്യാണം വരുമ്പോ അവന്റെ ലക്ഷ്യം മൊത്തം അടിച്ചു പൊളിയാണ്. ഇത് സഹിക്കാൻ പറ്റൂല. നമുക്കിത് കണ്ടിട്ട് ദുനിയാവ് 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 എന്നല്ല എന്റെ ലക്ഷ്യം.
ഹബീബെ ദുനിയാവിൽ എത്ര ദിവസം കല്യാണം? 4 ദിവസം, 5 ദിവസം. ഈ 5 ദിവസം എന്താ കല്യാണം? ദുനിയാവ് ഞാൻ എടുത്ത സമയത്ത് ഈ സദസ്സിൽ വരുന്നതിന് മുമ്പ് ഞാൻ കണ്ട സംഭവമാണ് ഈ പറയുന്നത്. കണ്ട സംഭവം 2 ദിവസത്തോളം കല്യാണം എന്ന് പറയുന്നത് പാട്ട്, ഗാനമേള, നൃത്തം, ഡാൻസ്. ചിന്തിച്ചു. ഒരു ഹിന്ദു ചെയ്യൂല, ഒരു ക്രിസ്ത്യാനി ചെയ്യൂല, ഒരു ജൂതൻ ചെയ്യൂല. നമ്മൾ മനസ്സിലാക്കണം. ആലിമീങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സാദാത്തുക്കളൊക്കെ അധികമായുള്ള നാടാണിത്. പള്ളികൾ പെരുത്ത നാടാണ്. നാടിന്റെ ഓരോ മുക്കിലും മൂലകളിലും മുസ്ലിം സമുദായത്തിന്റെ മക്കളുടെ നിക്കാഹ്, ആ കല്യാണ കർമ്മത്തിൽ നടക്കുന്ന തമ്മാടിത്തരം. അല്ലാഹു അക്ബർ. പടച്ചവനങ്ങനെ പൊറുക്കുന്നുള്ളതാണ്. സഹിക്കാൻ പറ്റില്ല. നമ്മളിത് പറയണ്ടേ? നമുക്കിത് പറയാതിരിക്കുന്ന നിവർത്തിൽ ആലിമ്യങ്ങളുടെ ജോലിയാണ്. ഒരാളോട് ഇതിനെക്കുറിച്ച് ഇതെന്താ ഇപ്പൊ കാണിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ പറയാണ്, നിങ്ങളെ വിളിച്ചത് കല്യാണത്തിൽ തിന്നാനാണ്, ഇവിടെ നടക്കുന്ന പരിപാടിയെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല. അവിടെ നിന്ന് തിന്നോ ആരെങ്കിലും? ഓന്റെ നക്കാപ്പിച്ച് തിന്നാനാണോ നമ്മൾ പോകുന്നത്? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അന്നിക്കാഹു മിൻ സുന്നതി ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. നിക്കാഹ് എന്റെ കർമ്മമാണ്, എന്റെ സുന്നത്താണ് കേട്ടോ. ഞാൻ പഠിപ്പിച്ചതുപോലെ അല്ലാതെ അതിന് വിപരീതമായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഫലൈസ മിന്നി, അവർ എന്നിൽപ്പെട്ടവരേ അല്ല. ഈ നബി തങ്ങളുടെ വാക്ക് എവിടെ പോയി? ഹബീബായ തങ്ങളെ നെഞ്ചിലേറ്റ് നടക്കുന്ന മുസ്ലിം സമുദായത്തിന് ഈ ആഡംബരങ്ങളും ആർഭാടങ്ങളും അനാവശ്യങ്ങളും ഈ കല്യാണ സദസ്സുകളിൽ കാട്ടിക്കൂട്ടാൻ അവരെ കൊണ്ട് കഴിയോ? മാതാപിതാക്കളെ, ഈ വിഷയത്തിൽ അള്ളാന്റെ കോടതിയിൽ നിങ്ങൾ സമാധാനം പറയണ്ടേ? റബ്ബിന്റെ കോടതിയെ നിങ്ങൾ ഭയപ്പെടാത്തത് എന്തേ? ആഖിറമാണോ നിങ്ങൾക്ക് വലുത്, അതല്ല ദുനിയാവാണോ നിങ്ങൾക്ക് വലുത്? എത്ര പെട്ടെന്ന് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകുമെന്നറിയാൻ കഴിയോ? ഇന്ന ദുനിയാ മുദ്ബിറ, ദുനിയാവ് എക്സ്പയർ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നിനക്ക് അള്ളാഹുവിനെ കുറിച്ചോ അന്ത്യദിനത്തെ കുറിച്ചോ ആഖിറത്തിന്റെ ആ വിശാലമായ ഗ്രൗണ്ടിൽ നിന്നിട്ട് അള്ളാഹുവേ ഓരോ വസ്തുവിനെ കുറിച്ച് വിചാരണ ചെയ്യപ്പെടുമ്പോ ആ ഹിസാബിനെ നീ ഭയപ്പെടാറുണ്ടോ? ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ജനങ്ങളെ ഹിസാബ് ചെയ്യാൻ, ജനങ്ങളെ ചോദ്യം ചെയ്യാനുള്ള സമയമായി. പക്ഷേ അവർ അതിൽ നിന്ന് മറന്നു ഓടുകയാണ്, അതിൽ നിന്ന് വിസ്മൃതിയിലാണ്, അവർ അതിനെ മറന്നു കളയുകയാ. അല്ലാഹുവേ, ഹബീബായ തങ്ങൾ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കരയുമായിരുന്നു. അല്ലാ, ഇതിനെ കുറിച്ച് നാളെ നീ ചോദ്യം ചെയ്യുമല്ലോ റബ്ബേ. പട്ടിണി കിടന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, പട്ടിണി കിടന്നിട്ട് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോ കുറച്ച് കാരക്ക കൊടുത്തു. സ്വഹാബാക്കൾ അത് കഴിച്ചിട്ട് പറഞ്ഞു, ثم لتسألن يومئذ عن النعيم. ഈ നിഅമത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. പട്ടിണി കിടന്നിട്ടാണ് റസൂലുള്ളാഹി തങ്ങളുടെ പട്ടിണി എന്തെന്നറിയാം? നമുക്കെന്തറിയാം? നമ്മൾ ഇന്ന് ആരാ പട്ടിണി കിടക്കുന്നത്? വെൽഫെയർ അസോസിയേഷനാ. ഒരുപാട് സഹായങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ പട്ടിണി കിടന്ന ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 25ാമത്തെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന പ്രസിഡന്റ് അല്ല ഉണ്ടോ? അല്ല ചോദിക്കാണ്. പട്ടിണി കിടക്കുന്ന ഏതെങ്കിലും രോഗികളാകും, ശരി സുഖമില്ലാത്തവരുണ്ടാകാം, ഒരുപക്ഷെ വീടില്ലാത്തവരുണ്ടാകാം, കുട്ടികളെ കെട്ടിക്കണം എന്നുള്ളവരുണ്ടാകാം, പഠനോപകരണങ്ങളില്ലാത്തവരുണ്ടാകാം. പട്ടിണിയാണ്, ഞങ്ങൾ പട്ടിണിയായിട്ട് കിടക്കാണ്. കണ്ടിട്ടുണ്ടോ? എവിടെ ഇന്ന് പട്ടിണി ഹബീബേ? എവിടെ ഇന്ന് പട്ടിണി? എന്നാൽ നമ്മുടെയൊക്കെ ഗുരുഭൂതർ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പട്ടിണി കിടന്നു. كان رسول الله صلى الله عليه وسلم يبيت الليالي المتتابعة طاويا هو وأهله لا يجدون عشاء. രാത്രി തിന്നാനില്ലാതെ ദിവസങ്ങളോളം തുടർച്ചയായ രാത്രി ഭക്ഷണം കഴിക്കാൻ നബി തങ്ങൾക്കില്ലാതെ
പട്ടിണി കിടന്നിട്ട് വയറുവേദനയെടുത്ത് വയറ് ചുരുട്ടി വെച്ച് ദിവസങ്ങളോളം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉറങ്ങിയിരുന്നു എന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. വീണ്ടും ആയിഷ ബീവി പറയുകയാണ്, ഇന്നാ കുന്നാ ആലു മുഹമ്മദ് നംകുസു ശഹറാ വലാ നസ്തൗഖിദു ബിനാർ ഇൻ ഹുവ ഇല്ലാ തംറു വൽ മാ. ഞങ്ങൾ അഹ്ലു ബൈത്തുകളാ, നബി തങ്ങളുടെ കുടുംബിനികളാണ്, നബി തങ്ങളുടെ പത്നിമാരാ. നംകുസു ശഹറാ, മാസങ്ങളോളം ഞങ്ങൾ താമസിക്കുന്നു. മാനസ്തൗഖിദു ബിനാർ, ഞങ്ങളുടെ അടുപ്പ് കത്തിച്ചിട്ടേ ഇല്ല, അടുപ്പ് പുകഞ്ഞിട്ടേ ഇല്ല. എന്തുകൊണ്ടാണ്? തീപ്പെട്ടി ഇല്ലാത്തത് കൊണ്ടല്ല, ലൈറ്റർ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ആ അടുപ്പിൽ വെച്ച് പാചകം ചെയ്യാൻ സാധനങ്ങളില്ലാതെ മാസങ്ങളോളം ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഭക്ഷണം എന്തെന്നറിയോ? കേവലം വില കുറഞ്ഞ ഈത്തപ്പഴവും ഒരു ഗ്ലാസ് വെള്ളവും ഇതായിരുന്നു ഞങ്ങളുടെ ഭക്ഷണമെങ്കിൽ ഇന്ന് നമ്മുടെ കല്യാണ സദസ്സുകളിൽ 20 ലക്ഷം 25 ലക്ഷത്തിന്റെ പണം വാരിയെറിഞ്ഞിട്ടല്ലേ വിഭവങ്ങൾ വിളമ്പുന്നത്. അതവസാനം ബാക്കി വരുന്നത് കൊണ്ടുപോയി കച്ചറയിലെറിയുകയല്ലേ. എന്റെ പെണ്ണിന്റെ പൊന്നുവാപ്പാ, മരുമക്കളുടെ വാപ്പാ, പിതാക്കന്മാരെ, അല്ലാഹു വിടില്ല. ആ ഹിസാബ് എന്ന ഒരു ദിവസമുണ്ടെങ്കിൽ, ആ മഹ്ശർ എന്ന ഒരു മൈതാനമുണ്ടെങ്കിൽ, ഓരോ തരി ചോറിനും അള്ളാന്റെ അടുക്കലും മറുപടി പറയണം. എന്തിനാ പിന്നെ നമ്മള് വെള്ളിയാഴ്ച നിസ്കാരത്തില് ഓതുമ്പോ ഇന്ന അലൈന ഇയ്യാബഹും സുമ്മ ഇന്ന അലൈന ഇന്ന ഇലൈന ഇയ്യാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും അല്ലാഹുമ്മ യസ്സിർ അലയ്യ ഹിസാബി. എന്തിനാ പറയുന്നത്? ഹിസാബ് എളുപ്പാക്കി താ അല്ലാഹ്, ഹിസാബ് എളുപ്പാക്കി താ അല്ലാഹ്. മറുപടി പറയണ്ടേ? ആഖിറത്ത് വിശ്വസിക്കുന്നവർ ഈ പണി എടുക്കുമോ? നിക്കാഹ് എത്ര പവിത്രമാണ്, എത്ര പവിത്രമാണ്. പക്ഷെ ഇതുപോലൊരു ആഘോഷങ്ങൾ ഞാൻ ഈ ദുനിയാവിലൂടെ കണ്ടിട്ടില്ല. ഇത്രയൊരു ആഘോഷം, ഇത്ര ദിവസത്തെ കല്യാണം, പാട്ട്, കൂത്ത്, ഡാൻസ്. നമ്മളൊക്കെ പോയി സാക്ഷ്യം. ഈ താത്താമാർ, ഇരിക്കുന്ന താത്താമാർ വാത് കേൾക്കാൻ വരുമ്പോൾ ഇതേപോലെ നിക്കാബിട്ട് അതേപോലെ തന്നെ ആണും പെണ്ണും ഒരുമിച്ച് സ്റ്റേജിന്റെ മുകളിലിരുന്ന് ആടിപ്പാടുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു മുസ്ലിം സംസ്കാരമുള്ളവരാ. ചിന്തിച്ചു നബിതങ്ങളോട് പിടിച്ച നിക്കാഹ് ഇവിടെ. ബാറകല്ലാഹു ലക്കുമാ വബാരക അലൈക്കുമാ വജമഅല്ലാഹു ബൈനകുമാ ഫീ ഖൈർ. മംഗളാശംസ ഓതി കൊടുക്കുകയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിക്കാഹ് കഴിഞ്ഞു, ആ പുതുമണവാളന്റെ പുതുമണവാട്ടിയുടെ കയ്യിൽ പിടിച്ച് ഒരു ദുആ ചെയ്യണേ ചെയ്യണേ. ബാറകല്ലാഹു ലക്കുമാ, അല്ലാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും ബർക്കത്ത് ചെയ്യട്ടെ. വബാരക അലൈക്കുമാ, നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്തും അഭിവൃദ്ധിയും ചെയ്യട്ടെ. നിങ്ങളെ സന്തോഷത്തോടുകൂടി അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. നിങ്ങൾക്ക് അല്ലാഹു നല്ല മക്കളെ നൽകട്ടെ. ഈ മഹത്തായ ദുആ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിക്കാഹ് കഴിഞ്ഞ ഉടനെ പുതുമണവാളൻ മണവാട്ടിയുടെ കയ്യിൽ പിടിച്ച് ഈ ദുആ ഓതിയിട്ടുണ്ടോ? അതിനു പകരം പാട്ടല്ലേ, കൂത്തല്ലേ, തെമ്മാടിത്തരമല്ലേ, അല്ലാഹുക്ക് നിരക്കാത്ത പ്രവൃത്തിയല്ലേ, പിശാചിന്റെ പണിയല്ലേ നമ്മൾ ചെയ്തു കൂട്ടുന്നത്? ഈ ഹറാമായ രണ്ടു കൂട്ടരെ ഹലാലാക്കിയിട്ട് ആ ഹലാലായ സ്ഥാനത്ത് വെച്ച് ഒരു ദുആ ചെയ്താൽ ആ ദുആയിക്ക് ഉടനടി ഉത്തരമാണെങ്കിൽ ഉടനെ അവിടെ നടക്കുന്നത് പിശാചിന്റെ അട്ടഹാസങ്ങളാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മ്യൂസിക് അടിച്ച് പാട്ട് പാടുമ്പോ എല്ലാവരും തുള്ളുന്നത് കാണാം, തുള്ളുന്നത് കാണാം. ആ തുള്ളുന്നതിന്റെ അർത്ഥം എന്തെന്നറിയുവോ? പിശാച് അവന്റെ തോളിൽ കയറി ചവിട്ടുകയാണ്. ഹബീബായ തങ്ങൾ പറയുകയാണ്, നബി തങ്ങളുടെ മുത്തായ നാവ് കൊണ്ട് പറഞ്ഞ വാക്കാണ്. പിശാച് അവന്റെ തോളിൽ കയറി ചവിട്ടുമ്പോഴാണ് ഇബ്ലീസ് അവന്റെ തോളിൽ കയറി നൃത്തം
ചവിട്ടുമ്പോഴാണ് ഇവൻ പാട്ടുകാരന്റെയും ഗായകന്മാരുടെയും ഗായികമാരുടെയും കൂട്ടത്തിൽ കിടന്ന് ആടുന്നത്. ആ സമയത്ത് മലക്കുകൾ പറയുകയാ, അല്ലാഹുമ്മൽ അൻഹു, ഇവനെ നീ ശപിക്കണേ അല്ലാ, ഇവരെ നീ ശപിക്കണേ അല്ലാ. പരിശുദ്ധമായ നിക്കാഹ് കഴിഞ്ഞ മജ്‌ലിസിൽ ഈ ശാപം ഏറ്റുവാങ്ങണോ സഹോദരങ്ങളെ? നമ്മുടെ മക്കളെ 20-25 വയസ്സ് വരെ കണ്ണിലുണ്ണിയായി നമ്മൾ വളർത്തിയെടുത്തിട്ട് ഇതാ ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുമ്പോ ശാപ പ്രാർത്ഥനയും വാങ്ങിയിട്ട് ആ മക്കളെ ദാമ്പത്യത്തിലേക്ക് കൈപിടിച്ചുയർത്തണോ? ഇല്ല വാപ്പാ, ഇല്ല ഉമ്മ, തെറ്റുപറ്റിപ്പോയി. തെറ്റല്ല, അഹങ്കാരമാണ് നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ. അല്ലാഹുവാണ് സത്യം. ഇതിന് റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവൂ. ഉസ്താദന്മാര് പള്ളിയിലെ ഖത്തീബിൻ്റെതൊന്നും പറയാൻ പറ്റൂല, പിന്നെ മൂപ്പിലാണ് ജോലി കിട്ടൂല. എനിക്ക് ധൈര്യമായിട്ട് പറയാം, നിങ്ങൾ അടുത്ത വർഷം വിളിക്കൂല. മാഫി മുഷ്കിൽ ഓൺലൈനിലുണ്ട്, എല്ലാരും കേൾക്കില്ല. കേട്ടോ, ഞാൻ ഇല്ലാത്തതൊന്നും പറയുന്നില്ലല്ലോ. എന്താ പ്രസിഡന്റ്? ഇല്ലാത്തതല്ല പറഞ്ഞു ഉസ്താദ്. ആയത്ത് അധികം ഓതിയിട്ടാ പറയാ. അബൂബക്കറിനെ കുറ്റം പറയരുത്. അല്ലാഹുവിന്റെ റസൂല്, പരിശുദ്ധ ഖുർആൻ. സൂറത്തുൽ ലുഖ്മാൻ എടുക്ക്. സൂറത്തുൽ ലുഖ്മാൻ എടുത്തു വെച്ച് നോക്ക്. പ്രസംഗം കഴിഞ്ഞ് പോയിട്ട് അതിന്റെ അർത്ഥം ഒന്ന് വെച്ച് നോക്ക്. ആ തുടക്കത്തിൽ ഒരു ആയത്തുണ്ട്, ഒരു രണ്ടായത്ത് കഴിഞ്ഞാല് വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹ് ബിഗൈരി ഇൽം വയത്തഖിദഹാ ഹുസ്വാ ويتخذها هزوا أولئك لهم عذاب مهين. الله പടച്ച റബ്ബേ, ഇത് അല്ലാഹുവല്ലേ നമ്മളെ പഠിപ്പിച്ചത്. ഈ ഖുർആൻ ഓതാതെ നമസ്കാരം ശരിയാവുമോ? ഈ ഖുർആൻ ഓതിയല്ലേ നമ്മൾ ഖത്തം വഴങ്ങുന്നത്? ഈ ഖുർആൻ ഓതിയല്ലേ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്? ഈ ഖുർആൻ കൊണ്ടിട്ടല്ലേ സദസ്സിന്റെ തുടക്കം? ഈ ഖുർആൻ കൊണ്ടിട്ടല്ലേ സദസ്സിന്റെ ഒടുക്കം? ഈ ഖുർആൻ പഠിച്ച മക്കളെ ഹാഫിളീങ്ങളായിട്ട് നമ്മൾ ആദരിക്കുന്നില്ലേ? ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ കാറ്റലോകം വഴികാട്ടിയുമാണ് കേട്ടോ. ആ ഖുർആൻ നമ്മളിലേക്ക് അറിയിച്ചു തന്ന പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാന്റെ വാക്കുകളും വചനങ്ങളുമാണ്, അവന്റെ സന്ദേശങ്ങളാണ്. ആ റബ്ബിന് വേണ്ടിയല്ലേ പള്ളിയിൽ കൈകെട്ടി നിന്നുകൊണ്ട് നമ്മൾ 5 നേരം പ്രതിജ്ഞയെടുക്കുന്നത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ്, എന്റെ മുഖം നിന്റെ ദർബാറിലേക്ക് ഞാൻ തിരിക്കുന്ന പടച്ചവനെ, ഞാൻ ഒരിക്കലും നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യൂല അല്ലാഹ്. ഒരിക്കലും നീ അല്ലാതെ ഒരാരാധ്യന്റെ മുന്നിലില്ല പടച്ചവനെ. നിന്നോടല്ലാതെ ഞാൻ തല കുനിക്കില്ല അല്ലാഹ്. നിന്റെ മുന്നിലല്ലാതെ ഞാൻ സുജൂദ് ചെയ്യില്ല പടച്ചവനെ. അല്ലാഹുവേ, എന്റെ ഓരോരോ കർമ്മങ്ങളും പ്രവർത്തനങ്ങളും, എന്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ, സിയാറത്താകട്ടെ, എന്റെ ബലികർമ്മങ്ങളാകട്ടെ, ഇനി നിക്കാഹാകട്ടെ, ഏത് നന്മകളാകട്ടെ, ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്, നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അല്ലാഹ്. നിനക്ക് മാത്രം ഞാനിതാ സമർപ്പിക്കുന്നു അല്ലാഹ്. ഈ പടച്ച തമ്പുരാനോട് ദിനം പ്രതി പ്രതിജ്ഞ എടുക്കുന്ന നമസ്കാരമുള്ള സഹോദരങ്ങളുടെ, പെൺമക്കളുടെയും ആൺമക്കളുടെയും വിവാഹവേദികളാണ് മലീമസമാകുന്നത്. അവർ ഈ ആയത്തൊന്ന് ശ്രദ്ധിക്കണേ. ഈ റബ്ബാണ് നമ്മളോട് സംസാരിക്കുന്നത്. വമിനന്നാസ്, ജനങ്ങളിൽ ചിലരുണ്ട് കേട്ടോ, യസ്തരി ലഹുവൽ ഹദീദ്, അവർ വിലയ്ക്ക് വാങ്ങും, അവർ വില കൊടുത്തു വാങ്ങും, അവർ പണം കൊടുത്ത്
ഗായികമാരെ വാങ്ങും, ഗായകന്മാരെ വാങ്ങും. കേവലം 2 മണിക്കൂർ വന്ന് തുള്ളിച്ചാടി പാട്ടുപാടി ഈ ജനങ്ങളെ പിഴപ്പിക്കുന്നതിന് പെണ്ണിന്റെ ഉപ്പ കൊടുക്കുന്നത് 1.5 ലക്ഷം രൂപയാ. അല്ലാഹു പറഞ്ഞതല്ലേ, യശ്തരി ലഹുവൽ ഹദീർ, വെറുതെ നേരം പോക്കിന് വേണ്ടി വയത്തഖിദഹാ ഹുസുവാ. ഇതുകൊണ്ട് ഒരു ബർക്കത്തുമില്ല, ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല, ഇതുകൊണ്ട് ആഖിറം കിട്ടൂല, ഇതുകൊണ്ട് നിഅമത്ത് ഉണ്ടാവൂല, ഇതുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. വയത്തഖിദഹാ ഹുസുവാ, കേവലം ഒരു രസമല്ലാതെ, കേവലം നേരം പോക്കല്ലാതെ, കേവലം സമയം കളയലല്ലാതെ, വിനോദമല്ലാതെ മറ്റൊന്നുമില്ല. അതിനു വേണ്ടി പണം കൊടുത്ത് ഗാനമേള സംഘടിപ്പിക്കുന്നവരെ ലിയസുദ്ദ അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴികളെ തടയിടുന്നവരാണ് ഈ പണിയെടുക്കുന്നത് കേട്ടോ. കല്യാണത്തിന് പോയിട്ട് പാതിരാത്രി വരെ 2 മണി വരെ ആ നിക്കാഹിന്റെ സദസ്സിനെ അലങ്കോലപ്പെടുത്തിയിട്ട് പാട്ടും തുള്ളിച്ചാട്ടവും നൃത്തം ചവിട്ടലിലും അതിനകത്ത് വ്യാപൃതരായിരുന്ന ഈ ആണും പെണ്ണുങ്ങളും സുബഹിയുടെ നമസ്കാരം കളാക്കിയില്ലേ, നമസ്കാരം അവർ ഒഴിവാക്കിയില്ലേ. അല്ലാഹു വിടൂല കേട്ടോ, പടച്ചവൻ വിടൂല കേട്ടോ. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തെ തടഞ്ഞവരാണ് നബിയേ. അവരോടൊന്ന് പറയണം കേട്ടോ, ഉലൈക ലഹും അദാബും മുഹീൻ, നാണം കെട്ട വേദനയേറിയ ശിക്ഷ അവർക്കുണ്ടെന്ന് പറഞ്ഞേക്കൂ. പോയി കേട്ടോട്, അടിക്കോട്, നല്ലപോലെ അടിക്കോട്. ഉസ്താദന്മാരെ കുറ്റം പറയണ്ട, ഞങ്ങൾ സാധുക്കൾ പാവങ്ങൾ ഈ ഖുർആൻ ഓതി പറയുന്നു, പക്ഷെ കുത്ത് കിട്ടുന്നത് ആഖിറത്തിലായിരിക്കും. ഇത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളെ കുത്തു അല്ലാഹു പിടിച്ചു. ഞങ്ങളുടെ ബാധ്യതയാണ്, പറയേണ്ട ബാധ്യതയാണ്. നിക്കാഹ് എത്ര മനോഹരമാണ്, എത്ര ബർക്കത്ത മുബാറക്കായ നിക്കാഹ്. സ്വർഗത്തിലെത്തേണ്ട കർമ്മമല്ല നിക്കാഹ്. അത് പിശാചിന്റെ സഹായത്തോടു കൂടി നടത്തരുത്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, മഹാന്മാർ, അള്ളാഹുവിന്റെ മലക്ക്, റഹ്മത്ത്, ആരിഫീങ്ങൾ, അവരുടെ സഹായത്തോടു കൂടി നടത്തണം. അതിലല്ലേ ബർക്കത്ത്, അതിലല്ലേ ബർക്കത്ത്. പിശാചിന്റെ സഹായത്തോടു കൂടി നടത്തണമെങ്കിൽ ഈ നിക്കാഹ് ഈ കൂട്ടിച്ചേർത്ത് കൊടുക്കുന്നതും അവരെ വെച്ചാൽ നടത്തിക്കൂടെ? ഈ മൊയ്ലിയാരെയും കാളിയാരെയും വിളിക്കേണ്ട ആവശ്യമുണ്ട്? അതിന് മാത്രം ഒരു നിക്കാഹിന് കൂട്ടിച്ചേർക്കാൻ വേണ്ടി 5 മിനിറ്റ് സമയം. പാവപ്പെട്ട ഉസ്താദുമാര് വന്ന് കഷ്ടപ്പെട്ട് കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്തിട്ട് നിക്കാഹ് നടത്തി കൊടുത്താ പോലും അല്ലാഹു ഒരു സന്തോഷം. അല്ലാഹ് എന്റെ മകളെ ഇന്ന് ഹലാലാക്കി ഉസ്താദ് നൽകി. പടച്ചവനെ, പാവപ്പെട്ട സാധുക്കളായ ഉസ്താദാണ്, എന്റെ മക്കൾക്ക് ഇൽമു പറഞ്ഞു കൊടുത്ത ഉസ്താദാണ്. 1.5 ലക്ഷം പാട്ടുകാരന് കൊടുക്കുന്ന ഈ ഉസ്താദിന് ഒരു 5000 രൂപ ഉസ്താദ് ഇരിക്കട്ടെ, എന്റെ മകളുടെ കുടുംബ ജീവിതം ഖൈറിലും ബർക്കത്തിലും ആകട്ടെ, അതിനു വേണ്ടി ദുആ ചെയ്യണേ ഉസ്താദേ. ആരെങ്കിലും കൊടുക്കോ? പ്രസിഡന്റ് കൊടുക്കോ? പറയ്, കേട്ടിട്ടുണ്ടോ? ചിരിക്കുന്ന എന്തിനപ്പാ? ചിരിക്കരുത്. ഉസ്താദന്മാർക്ക് എവിടെ കിട്ടും? കാണാം, ഞാൻ പള്ളിക്ക് വരാം ഉസ്താദ്. അൽഹംദുലില്ലാ, കാണാം ഉസ്താദ്, പള്ളിക്ക് വരാൻ കാണാം, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പോകും. പിന്നെ കാണുന്നപ്പോഴാണ് അവിടെ മയ്യത്ത് കൊണ്ടുവരുമ്പോഴാണ്, പിന്നെ കാണൂല. 1.5 ലക്ഷം പാട്ടുകാരന് കൊടുക്കാം, ഉടനെ തന്നെ കൊടുക്കണം. അവൻ കൊട്ടിക്കൊട്ടിയിരിക്കും. ഹലോ 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 ഹലോ. എന്തപ്പോ തുടങ്ങാത്ത? മണി 10 ഫുലൂസ്. ആദ്യം ഫുലൂസ് കൊടു. 1.5 ലക്ഷത്തിന് 50,000 രൂപ അഡ്വാൻസ് കൊടുത്താലേ ഇയാൾ പാട്ട് തുടങ്ങുള്ളൂ. പെട്ടെന്ന് കൊണ്ട് ബാങ്കിൽ കൂടെ കൊടുക്കും. അവനെ ബ്രോക്കറെ വിളിച്ചിട്ട് അവനെങ്കിലും അപ്പൊ അവൻ ഇഷാറ കാണിക്കും. അപ്പോഴത്തെ അവനെ കൊണ്ട് തുടങ്ങും. അപ്പൊ നമ്മുടെ ഇച്ചമാരും ഇഞ്ഞമാരും ഇരുന്നിട്ട് നല്ല എന്റെ കൂടെ ആടിക്കൊള്ളു. ബാക്കി ഹറാമായ 2 പേരെ ഹലാലാക്കി കൊടുത്ത ഉസ്താദിന് 500 രൂപ, അത് ചിലര് കൊടുത്താലായി 500 രൂപ. ബാക്കി 5 ലക്ഷം, 6 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം ഇതിനു വേണ്ടിയിട്ട് കൊടുക്കും. പാവപ്പെട്ട ഉസ്താദന്മാർ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്.
ഇത് നമ്മൾ പറഞ്ഞ ഉടനെ ഇപ്പൊ നെറ്റിനകത്ത് കയറിയിട്ട് കളിയാകേണ്ട ഉസ്താദന്മാർക്ക് പണം ഉണ്ടാക്കാൻ നമ്മൾ പിന്നെ വായു ഭക്ഷിച്ചിട്ടാ ജീവിക്കുക. ഉസ്താദന്മാർക്ക് കുറച്ച് പൈസ കിട്ടിയാൽ ഇവർക്ക് ഭയങ്കര പ്രശ്നമാകും. ഉസ്താദന്മാർക്ക് ആരും പൈസ കൊടുക്കരുത്. ഇവർക്ക് എന്തോ മലക്കിങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്ന പോലെയാണ്, ജിബ്രീൽ ഇറക്കി കൊടുക്കുന്നത് പോലെയാണ് ഇവരിങ്ങനെ ഇപ്പൊ ഇവിടെ പറച്ചിൽ കേട്ടാൽ. നമ്മൾ ഒന്നിനും പൈസ വാങ്ങരുത്. എന്തോ ഫ്രീ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് നമ്മളിങ്ങനെ പിഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫ്രീ ഖിദ്മത്ത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറക്കി വിട്ടത് പോലെയാണ് ചില ആളുകളുടെ സംസാരങ്ങളും കമന്റുകളും കണ്ടാൽ. ഒരു സിനിമാ നടൻ വന്നിട്ട് റിബൺ ഒന്ന് മുറിച്ചാൽ 30 ലക്ഷം രൂപ കൊടുക്കണം, 50 ലക്ഷം രൂപ കൊടുക്കണം, 50 ലക്ഷം രൂപ. എന്തിന് പറയണം? അതൊന്നും വേണ്ട. ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ ഈ ഓൺലൈനിലൊക്കെ ഈ എന്താ പറയാ, കുറെ തമാശ രൂപത്തില് എന്താ പറയാ, ചില ആളുകളുണ്ടല്ലോ പരസ്യം പറയാ, 10 രൂപ 20 രൂപ 2 രൂപ 30 രൂപ 3 രൂപ എടുത്താൽ ഇപ്പൊ തിരും, നാളെ തിരും, മറ്റേ തിരും. 60 സെക്കൻഡ് 30 സെക്കൻഡ് 50,000 റുപ്യ. 60 സെക്കൻഡ് 50,000 രൂപ ഫ്രീ ഉണ്ടോ? അതൊന്നും ആർക്കും ചോദ്യം. 60 സെക്കൻഡ് ഇവിടെ നമ്മളിരുന്ന് മണിക്കൂറുകളോളം ഇവിടെ മൂലം വെളി ചാടിയാലും 60, 50, 40, 30. എന്നിട്ട് പറയും ഉസ്താദന്മാര് പൈസ ഭയങ്കര വാങ്ങുന്നത്, ലക്ഷങ്ങളാ വാങ്ങുന്നത്. എന്റെ പൊന്നെ ഹബീബേ, ആലിമ്യങ്ങളെ ബഹുമാനിക്കും. അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഈ പൈസ ഉണ്ടല്ലോ, അത് ബിസ്മി ചൊല്ലി അവർ തിന്നും. ഹലാലായ മക്കൾക്ക് അത് കൊടുക്കും. ലാ യഅകുൽ തആമക ഇല്ലാ തഖീ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ഭക്ഷണം അല്ലാഹുവിനെ ഭയപ്പെടുന്നവനല്ലാതെ ഖദ് ഉല്ലീത അംറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിങ്ങൾ മറന്നുപോയോ? ഞാൻ അമീറാണ്, മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അല്ല, പള്ളിയിലെ ഖത്തീബാണ്, മുഅദ്ദിനാണ്, സംഭവം ശരിയാണ്. ഫമൻ ഉത്ഇമു ഇയാലി, ആരാണ് എന്റെ കുടുംബത്തിന് ഭക്ഷണം നൽകുക? അല്ലാഹുവിൽ തവക്കുലേൽപ്പിക്കാത്തവർ ആരുമില്ല. പടച്ചവന് തവക്കുലേൽപ്പിച്ചിട്ട് പുറയിൽ കുത്തിയിരുന്നാൽ ആകാശത്തിൽ നിന്ന് പണമിറങ്ങി വരൂല. ഇന്ന സമാലം തുംതിറു ദഹബൻ വലാ ഫില്ലാ, ആകാശം സ്വർണവും വെള്ളിമഴയും നമുക്ക് പെയ്യുമെന്ന് സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി, മുഷാവറ അംഗങ്ങളെ വിളിച്ചുകൂട്ടിയിട്ട് തീരുമാനമെടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മുടെ അമീറാണ്, അദ്ദേഹത്തിന് കുടുംബത്തിന് വേണ്ടി ഒരു തുക നിങ്ങൾ ബൈത്തുൽ മാലിൽ നിന്ന് മാറ്റി വെക്കണം. ശമ്പളം ഏർപ്പാടായി കൊടുത്തു. ഉസ്താദന്മാരെ ആലിമീങ്ങളൊക്കെ നമ്മുടെ ഇൽമിന്റെ വഴിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് മക്കളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ അവരുടെക്കുള്ള ഫുലൂസ് ആര് കൊടുക്കും? അത് പറയരുത് കേട്ടോ. ഉസ്താദന്മാർക്ക് 5 പൈസ കിട്ടുന്ന കാര്യം പറയരുത്. അതിന് കമന്റ് അടിച്ച് എതിർത്തോണം. ബാക്കിയുള്ളവനൊക്കെ കോടാനകോടി ഉണ്ടാക്കി കൊണ്ടുപോകുന്നതിന് 1600 രൂപ, 18,000 പേർക്ക് കച്ചവടം നടത്തിയത് 1600 രൂപ വെച്ചിട്ട് എത്ര കോടി കിട്ടി? അതിലേക്ക് കയറി പറ്റാൻ 3000 രൂപ ഒരാൾക്ക്. 18,000 പേര് ഓൺലൈനിലൂടെ ബുക്ക് ചെയ്തത് 3000 രൂപ വെച്ച് കൂട്ടി നോക്ക്. പതുക്കെ പുറക്കി പോരുന്ന കൂട്ടിയാൽ മതി. 18,000 × 3000 കൂട്ടി വെക്കാതെ എത്ര കോടി കിട്ടി? ആർക്കെങ്കിലും ചർച്ചയുണ്ടാ? ഈ പണം വന്നു പോകുന്ന സംഭവം എവിടെ നിന്നുണ്ട്? ചർച്ചയുണ്ട്. ഹറാമിൽ നമുക്ക് ചെലവാക്കാൻ ഒരു പേടിയില്ല, അല്ലാഹയെ പേടിയേയില്ല. ഹറാമിൽ എത്ര വേണേലും ചെലവാക്കാം, പാടിക്കോ. പള്ളിയുടെ കാര്യം പറഞ്ഞ ആ സമ്പന്നന്റെ വീട്ടിലേക്ക് പോയാൽ സുബ്ഹാനല്ലാഹ്, അവന്റെ ആവലാതി കേട്ടാൽ അവനെ നമുക്കൊന്ന് സഹായിച്ചാലോ, ഗുണാജെ വെൽഫെയർ കമ്മിറ്റിക്കാർ അവനെ ഒന്ന് സഹായിക്കാൻ തോന്നിപ്പോകും. 50 ലക്ഷത്തിന്റെ കല്യാണം നടത്തി പൊടി ഞാൻ ആകെ ക്ഷീണത്തിലാണ്, പണമില്ല, ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വർഷം നോക്കാം. ഇപ്പൊ ഒന്നുമില്ല. 50 ലക്ഷം ചെലവാക്കിയവന്റെ പുറയിൽ പോയിട്ട് ഒരു വീൽ ചെയറിന് വേണ്ടി ഒരു 2000 രൂപ ചോദിക്കുമ്പോ അവന്റെ നാവിൽ നിന്ന് വരുന്ന വാക്ക് ഇതാണ്. പോയി ചോദിച്ചോ നിങ്ങൾ പള്ളിക്കാരൻ. ഈ കല്യാണം നടത്തി, ആർഭാട കല്യാണം നടത്തിയ അവരുടെ പുറയിൽ നിങ്ങൾ പള്ളിക്ക് വേണ്ടി, ദീനിന് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി ഒരു 5000 രൂപ നിങ്ങൾ വാങ്ങിത്തരാമോ? ഒന്ന് പോയി ചോദിച്ചോ. ഒന്ന് വാങ്ങിക്കൊണ്ടോ. എന്താ പ്രസിഡന്റ്? നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. കുറച്ച് കടമുണ്ട്, സംഘടനയിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ പയ്യെ തരാം എന്ന് പറയുകയാണ്. 12,000 രൂപ കടമുണ്ട്. അത് തന്നെ എല്ലാം കടമെടുത്തിട്ട് പ്രൊപ്പഗണ്ട അടിക്കാണ്.
പ്രൊപ്പഗണ്ട പൈസ ചിക്കൻ കടമെടുക്കും, അത് കടമെടുക്കും, ഇതോടെല്ലാം കടമെടുത്തിട്ട് അടിച്ചു പൊളിക്കുക കല്യാണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കേട്ടോളേ. മൻ ഇക്തസബ ഫീഹാ മാലൻ മിൻ ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഹഖിഹി അസാബഹു അല്ലാഹു വഔറദഹു ജന്നതഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റിസ്ക് തീരുമാനിച്ചു കഴിഞ്ഞു കേട്ടോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് റിസ്ക് തീരുമാനിച്ചു കഴിഞ്ഞു. ഈ റിസ്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കണേ, ഹലാലായ വഴികളിലൂടെ നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. ഇന്നല്ലാഹ ഖസമ ബൈനകും അർസാഖകും കമാ ഖസമ ബൈനകും അഖ്ലാഖകും. നമ്മളെ സൃഷ്ടിച്ചതുപോലെ നമുക്ക് സ്വഭാവം അല്ലാഹു നൽകിയതുപോലെ നമ്മുടെ സമ്പത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓഹരി ചെയ്ത് അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മൾ അത് ചെലവാക്കുന്നത് എങ്ങനെ? മനിക്തസബ ഫീഹാ മാലം മിൻ ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഹഖിഹി അസാബഹു അല്ലാഹു വഔറദഹു ജന്നതഹു. ഹലാലായി സമ്പാദിച്ച് ആ സമ്പാദ്യം ഹലാലായ മാർഗത്തിൽ ചെലവ് ചെയ്യണേ. നമ്മൾ ദുബായിൽ പോയി പണം ഉണ്ടാക്കിയിട്ട് വന്നു, എന്റെ കുടുംബത്തിൽ പാവപ്പെട്ടവനുണ്ട്, നമ്മൾ അവിടം കൊണ്ടാണ് തുടങ്ങേണ്ടത് കേട്ടോ. നമ്മുടെ കുടുംബത്തിൽ രക്തബന്ധുക്കളുണ്ട്, സുഖമില്ലാതെ കിടക്കുകയാണ്, വർഷങ്ങളായി സുഖമില്ലാത്തവനാണ്, അല്ലെങ്കിൽ അവനൊരു കടബാധ്യതയുള്ളവനാണ്, അവന് പറയാനൊരു മടിയാണ്, ഇസ്സത്തും അഭിമാനവും ഉള്ളവനാണ്. നമ്മുടെ കയ്യിൽ നമ്മുടെ സംഘടനയിൽ പൈസയുണ്ട്, നമ്മുടെ രക്തബന്ധുക്കളെ കൊണ്ട് നിങ്ങൾ തുടങ്ങണേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ രക്തബന്ധുക്കളെ കൊണ്ട് നിങ്ങൾ തുടങ്ങണം കേട്ടോ. കുടുംബത്തിലുള്ളവരെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം, കുടുംബത്തിലുള്ളവരെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഏറ്റവും കൂടുതൽ കൂലി കൂടുതൽ. നമ്മുടെ കുടുംബത്തിൽ ആരാണ് സുഖമില്ലാത്തവര്, ബാധ്യതയുള്ളവര്, പാവപ്പെട്ടവര്, അവർക്ക് നിങ്ങൾ സദഖ ചെയ്തിട്ട് തുടങ്ങങ്ങോട്ട്. ഇനി ഒരാൾ അങ്ങനെ ചെയ്താൽ അല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുകയും കൂലി നൽകുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. മറിച്ച് വമൻ അൻഫഖ ഫീഹാ മാലം മിൻ ഹുല്ലിഹി വഅൻഫഖഹു ഫീ ഗൈരി ഹഖിഹി ഔറദഹു അല്ലാഹു ദാറൽ. ആരെങ്കിലും ഹലാലായി സമ്പാദിച്ചിട്ട് ആ ഹലാലായ പൈസയാണ് ഹറാമിന് വേണ്ടി ചെലവാക്കുന്നത്, ഉമ്മമാരെ ഉപ്പമാരെ, ഗാനമേളയ്ക്ക് വേണ്ടി, കൊട്ടിന് വേണ്ടി, ബാൻഡ് മേള, നിന്നേതയുടെ ഭവനത്തിലേക്ക് അല്ലാഹു അവരെ കൊണ്ടുവരുമെന്ന് ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ കുറ്റം പറയരുത്, ഈ പ്രസംഗം കേട്ടിട്ട് എന്നെ കമന്റ് അടിക്കരുത്. ബക്കറ്റൊക്കെ എടുക്കാം, പോകാറായവരില്ലേ? സ്ത്രീകളൊക്കെ എവിടെ പോകാൻ? അവിടെ ഇരിക്കട്ടെ, നമുക്ക് എടുക്കാം, പയ്യെ എടുക്കപ്പാ. പ്രസംഗം തുടങ്ങിയത് 10:30, ഒരു മണിക്കൂറെല്ലാം പ്രസംഗിക്കണ്ടേ? സ്ത്രീകളുടെ അടുത്തേക്ക് ബക്കറ്റ് കൊടുത്ത് അയക്കുന്നു, എല്ലാരും കൊടുക്കണം. കുറച്ചൊന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ട് ബക്കറ്റ് എടുത്താൽ കുറച്ചൊരു പൈസ തരും. നിങ്ങൾ അതിന് മുമ്പേ കൊണ്ടുവന്ന് ഇനിയിപ്പോ എടുത്തിട്ട് അല്ലേ? അല്ല, എല്ലാത്തിനും ഹറാമായതിനൊക്കെ പൈസ കൊടുക്കുന്നില്ല. അല്ലാതിന് കൊടുത്തില്ലെങ്കിൽ നാളെ ഹിസാബ് ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞിരുന്നു, ഹിസാബിന് ആർക്കും പേടിയില്ല. അല്ലാത്ത പണിയെടുത്താലൊന്നും അള്ള പുറത്ത് തരൂല. അള്ള പുറത്തൊക്കെ തരും, അള്ള പുറത്ത് തരും. പക്ഷെ നമ്മൾ ഇതെല്ലാം കേട്ടിട്ട് പിന്തിരിഞ്ഞ് തൗബ ചെയ്ത് മടങ്ങാൻ നമ്മൾ തയ്യാറാണ്. എവിടെയും അല്ലാഹു ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെക്കുന്ന ഡിമാൻഡാണ്, നീ തെറ്റ് ചെയ്തോ, വാ മടങ്ങി വാ, തെറ്റിൽ നിന്ന് മടങ്ങി വാ, പശ്ചാത്തപിച്ച് മടങ്ങി വാ, എന്നിട്ട് സ്വാലിഹായ അമൽ ചെയ്യണേ, അല്ലാഹയെ പരിപൂർണമായി വിശ്വസിക്കണേ, എങ്കിൽ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരാം. എത്ര നിസ്കാരമാണ്, എത്ര നമസ്കാരമാണ്. കൊടുക്കുക, എല്ലാവരും കൊടുക്കും. നല്ല തണുപ്പിൽ ഒരു ചൊറി, ആത്മാവിന് ചൂട് കിട്ടട്ടെ. ഒരു കട്ടൻ അടിച്ചോളി, ഒരു കട്ടൻ അടിച്ചോളി. തണുപ്പടിക്കുന്നുണ്ടോ? തണുപ്പടിക്കുന്നോ? തണുക്കുന്ന ഒരു 3 സ്വലാത്ത് ചൊല്ലു, ഉറക്കെ ചൊല്ലു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി
വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു തആല സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ, ആരോഗ്യം നിലനിർത്തി തരട്ടെ, അല്ലാഹയെ ഭയപ്പെട്ട് ജീവിക്കാൻ തൗഫീക്ക് തരട്ടെ, നമ്മുടെ സമ്പത്ത് നല്ല മാർഗത്തിൽ ചെലവിച്ച് അല്ലാഹു തൗഫീക്ക് തരട്ടെ. അതാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഹബീബെ നാളെ ചോദ്യം ഉണ്ടാവും, ആരുണ്ടാവില്ല ആഖിറത്തിൽ നമ്മളെ സഹായിക്കാൻ. പ്ലീസ് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ വളരെ വേദനയോടുകൂടി എന്റെ മാതാപിതാക്കളോട് ഞാൻ പറയാണ്, വേദനയോട്. നമുക്ക് ഉസ്താദന്മാരൊക്കെ പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, എത്രത്തോളം പറയാൻ. നമ്മൾ എത്ര പൈസയാണ് അടിച്ചു പൊളിക്കുന്നത്. കടമാണ്, കടം 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 കടം. പക്ഷെ എന്നാലും വലത് കൈ കൊണ്ട് കുടിക്കണം, ഇടത് കൈ കൊണ്ട് കുടിക്കല്ലേ, വലത് കൈ കൊണ്ട് കുടിക്കണം. അപ്പൊ യശ എന്നാൽ എന്താ സംഭവിക്കാന്നറിയോ? ഈ കടം വാങ്ങിയിട്ട് ഫഖറിന് കുറയല്ല, ഫഖറിനൊരു കുറവില്ല. നമ്മൾ സമ്പാദിക്കുന്നത് എന്തിനാണെന്നറിയോ? കേട്ടോളി. മൻ തലബ ദുനിയാ ഹലാലാ ഇസ്തിഅഫാഫൻ മിനൽ മസ്അലാ വസഅയൻ അലാ അഹ്ലിഹി വതഅത്തുഫൻ അലാ ജാരി جاء بعثه الله يوم القيامة ووجهه مثل القمر ليلة البدر أو كما قال عليه السلام. എന്തിനാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്? എന്തിനാണ് ദുബായിക്ക് പോകുന്നത്? എന്തിനാണ് സമ്പാദിക്കുന്നത്? നമ്മുടെ സമ്പാദ്യം എന്തിനാണ്? ബിസിനസ്. എന്തിനാണ് കച്ചവടം ചെയ്യുന്നത്? നബി തങ്ങൾ പറയാണ് 3 കാര്യം. 1, മൻ തലബ ദുനിയാ ഹലാലാ. നിങ്ങൾ ഹലാലായ ലക്ഷ്യമാണ്, ഹലാലായ സമ്പത്ത് നിങ്ങൾ ദുനിയാവിൽ അന്വേഷിച്ചാൽ അതിന്റെ ലക്ഷ്യം 3 ആണ്. 1, ഇസ്തിഅഫാഫൻ മിനൽ മസ്അലാ. ഒരാളോട് ചോദിക്കരുത്, സഹായിക്കണേ, ബുദ്ധിമുട്ടാണ്, കുറച്ച് പൈസ കടം തരണേ, പൊരയില്ല, വീടില്ല, ബുദ്ധിമുട്ടാണ്, മക്കളെ കെട്ടിക്കണം, ത്യാഗാണ്, പ്രയാസാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരോട് യാചിക്കാതിരിക്കാനാണ് ഹലാലായിട്ട് സമ്പാദിക്കുന്നത്. യാചിക്കാൻ പാടില്ല. യാചിക്കുന്നവർ നാളെ ആഖിറത്തിൽ വരുന്നത് അവരുടെ മുഖത്ത് മാംസം ഉണ്ടാവൂല. യാചിക്കാൻ പാടില്ല. ഒരാളോട് യാചിക്കരുത്. അള്ളാഹുവോട് യാചിക്കണം. അള്ളാഹുവോട് ഇങ്ങനെ യാചിക്കണം. രാത്രി എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞിട്ട് യാചിക്കണം. ചോദിക്കേണ്ടത് പോലെ ചോദിച്ചു കൊണ്ട് തരും. ചോദിക്കാൻ സമയം. പൂക്കുറ്റി ഉറക്കല്ലേ, സുബൈ പോലും നിസ്കരിക്കാതെ കിടന്ന് ഉറക്കല്ലേ. എന്നിട്ട് ഉസ്താദേ കടവുസ്താദേ 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 ഉറക്കാണ്. അവൻ സുബൈക്ക് എഴുന്നേക്കാറില്ല, തഹജ്ജുദ് എഴുന്നേക്കാറില്ല. തഹജ്ജുദ് എഴുന്നേറ്റ് പൊട്ടിക്കരയണം. അള്ളാഹുവോട് ചോദിച്ചു ഇങ്ങനെ കടം മാറ്റി. അപ്പൊ നമ്മൾ സമ്പാദിക്കുന്നത് 3 കാര്യത്തിനാണ്. 1, ഇസ്തിഅഫാഫൻ മിനൽ മസ്അലാ, ഒരാളോട് യാചിക്കാതിരിക്കാൻ. 2, വസഅയൻ അലാ അഹ്ലിഹി, തന്റെ ഭാര്യയ്ക്ക് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി, അവർക്ക് വേണ്ടിയാണ് നമ്മൾ സമ്പാദിക്കുന്നത് കേട്ടോ. 3, വതഅത്തുഫൻ അലാ ജാരിഹി, ഈ ഗുണാജെ ഈ കമ്മിറ്റി ചെയ്യുന്ന തർബിയത്തുൽ ഇസ്ലാം അല്ലെങ്കിൽ ഗുണാജെ വെൽഫെയർ കമ്മിറ്റി ചെയ്യുന്ന പണിയുണ്ടല്ലോ. നമുക്ക് അല്ലാഹു തന്ന നിഅമത്ത് നമ്മൾ നമ്മുടെ കുട്ടികൾ മാത്രം ഉപയോഗിച്ചാൽ പോരാ. അയൽപക്കത്ത് പട്ടിണി കിടക്കുന്നവനെ പരിഗണിക്കണേ. അവന്റെ മക്കൾക്ക് സ്കൂളിൽ പഠിക്കാനുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കണേ. അവന്റെ മക്കൾക്ക് യൂണിഫോം വാങ്ങിക്കൊടുക്കണേ. വർഷങ്ങളായി സുഖമില്ലാതെ അയൽപക്കത്ത് കിടക്കുന്ന ഒരാളുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് ഒരുപാട് സ്കാനിംഗ് ഉണ്ട്, ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അദ്ദേഹത്താൽ കഴിയുന്ന പണം അദ്ദേഹം ചെലവ് ചെയ്തു. ഇനി ആരോടും ചോദിക്കാൻ കഴിയുന്നില്ല. നീ പോയി അന്വേഷിക്കണം. ആ പുറയിലെ അദ്ദേഹത്തോട് സുഖവിവരങ്ങൾ അന്വേഷിക്കണം, അദ്ദേഹത്തോട് കാര്യം പറയണം. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. എന്റെ പണം കൊണ്ട് ഞങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് കഴിയാവുന്ന ചികിത്സകൾ നിങ്ങൾ നടത്തിക്കൊള്ളുക എന്നൊരു സന്തോഷ വാർത്ത അവനോട് പോയി പറയണേ. തഅത്തുഫൻ അലാ ജാരിഹി, അല്ലാഹു നമുക്ക് തരുന്ന സമ്പത്ത് സാധുക്കൾക്ക് കൂടെ കൊടുക്കണം കേട്ടോ. ചിന്തിക്ക് 1.5 ലക്ഷം 2 ലക്ഷം പാട്ടിനും ഗാനം ഇളക്കി കൊടുത്തിട്ട് പാവപ്പെട്ടവന് ഒരു വീൽ ചെയർ മേടിച്ചു കൊടുക്കാൻ നിന്നെ സമീപിക്കുമ്പം നിനക്ക് മടിയാണ് പറയാൻ. അള്ളാഹ് നിന്നെ കൊണ്ട് പറയിക്കൂല. കാരണം നിന്റെ പൈസ ഹലാലല്ല, അതുകൊണ്ടായിരിക്കും അള്ളാഹ് പറയിക്കാത്തത്.
കൊണ്ട് പറയരുത്. നിന്റെ പൈസ ഹറാമിൽ അല്ലാഹ് ചെലവാക്കിക്കും, പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ. എന്നിട്ട് നാളെ നിന്നെ പിടിക്കും പടച്ചവൻ. അതിനായിരിക്കും പടച്ചവൻ തരാത്ത. എന്റെ മനസ്സ് പറയാത്തത്. പന്ത് കളിക്ക് വേണ്ടി എത്ര കോടി രൂപ പന്ത് കളിക്ക് വേണ്ടി. ഫുട്ബോൾ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ സത്യത്തിൽ ഞാൻ പറയുന്നത് ഈ ഗുണാജെ വെൽഫെയർ അസോസിയേഷൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇനി ഒരു പന്ത് കളിയോ അല്ലെങ്കിൽ ഒരു ഗാനമേളയൊക്കെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കിയാൽ മതി. ഈ കാണുന്ന ആളുകളല്ല, റോഡ് ബ്ലോക്ക് ആവും. ശരിയല്ലേ? വണ്ടിക്ക് പോയാൻ കഴിയില്ല, അവിടെ പോകാൻ പറ്റില്ല. ഈ ഇരിക്കുന്ന താത്താമാര് ഫ്രണ്ടിൽ പർദ്ദ ഇട്ട് അതോടുകൂടി ഫാത്തിഹ ഓതി നേരത്തെ ഇവിടെ ഫ്രണ്ടിൽ വന്നിരിക്കും. നോക്കിക്കോ നിങ്ങൾ. ഞാൻ പറയുന്നതാണ്. അപ്പൊ ഒരു പ്രശ്നവുമില്ല, നല്ല പൈസ കിട്ടും. അതന്നെ ഇനി അങ്ങോട്ട് ഈ വഅദും ഇൽമും ദഅവത്തും ഒന്നും ഇതൊന്നും വലിയ കാര്യമില്ല. ഇതൊക്കെ കേൾക്കുന്ന പഴയ കുറെ വയസ്സന്മാരായ ആളുകളുണ്ട്, അവർക്കാണ് ഇതൊക്കെ. അല്ലാതെ ഇന്നത്തെ ചെറുപ്പക്കാർ യുവാക്കളൊക്കെ എവിടെ? ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ ഒരു പന്ത് കളി ഫൈനൽ 7000-ഓളം പേരാണ് അവിടെ പങ്കെടുത്തത്. 7000-ഓളം പേര്. ഒരാളുടെ ടിക്കറ്റ് 150 റുപ്യ. 150 × 7000 ഇത്ര കോടിയായി. ഒരൊറ്റ നൈറ്റ് കൊണ്ട് കിട്ടിയ പൈസ. നമ്മള് വാത് വെച്ചിട്ട് 10 ദിവസം വാത് വെച്ച് 1000 റുപ്യ തരണേ, അള്ളാഹുവേ നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അത് ചെയ്യട്ടെ, അള്ളാഹ് ഹൈർ ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹ് ഹൈർ ചെയ്യട്ടെ, ബർക്കത്ത്. 10000 റുപ്യയുടെ ദുആ ഇറക്കുമ്പോഴാണ് ഇവൻ ഒരു 1000 റുപ്യ തരിക. 16 റുപ്യക്ക് അള്ളാഹ് എന്ന് വിളിക്കണം. ഇവൻ 50,000 25,000 സ്പോൺസർ ചെയ്ത് ഇന്ന ഗ്രൂപ്പിന് ഇന്ന ഫുട്ബോൾ ആളുകൾ കൊടുക്കുമ്പോഴത്തേക്ക് ഔക്രിച്ചയ്ക്ക് വേണ്ടി 2 ഗോൾ സഹായം ചെയ്തു. നമ്മുടെ ഇന്നത്തെ സ്പോൺസർ ഔക്രിച്ച നമ്മുടെ ക്ലബിന് വേണ്ടി 25,000 രൂപ. അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ പിതാവിന് വേണ്ടി 2 ഗോൾ. ഇത് കൊടുക്കുന്നതിനൊരു ദുആ വേണ്ടേ? എന്തെങ്കിലും ഒരു ദുആ വേണ്ടേ? നിങ്ങൾ ഇങ്ങോട്ട് ദീനിന്റെ വേണ്ടിയിട്ട് പൈസ തന്നാലും നമ്മൾ ദുആ ഇറക്കും. അല്ലാഹുവേ ബർക്കത്ത് ചെയ്യണേ, അത് എത്തിച്ചു കൊടുക്കണേ, കൂലി കിട്ടി നമ്മൾ ദുആ ഇറക്കും. അപ്പൊ ഇനി ഫുട്ബോൾ കളി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് ദുആ ഇറക്കണം. കുറച്ച് 25,000 രൂപ. അപ്പൊ കുറച്ച് കൂടെ ദുആ ഇറക്കണം. ഇനി ഗാനമേള വന്നു കഴിഞ്ഞാൽ ഗാനമേള, എന്റെ ഉപ്പ മരണപ്പെട്ടു, ആ കൊണ്ടുവന്ന പാട്ട് പാടുന്നവർക്ക് ഒരു 16 റുപ്യ ഞാൻ കൊടുത്തേക്കണം. നമ്മുടെ സുബൈർ സാഹിബ് അതിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു പാട്ട് എന്റെ വാപ്പാക്ക് വേണ്ടി, കബറിൽ കിടക്കുന്ന ഉപ്പാക്ക് വേണ്ടി സുഹറബത്തുൽ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. 10,000 രൂപ. ഇനി അതാണ്, നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, നിങ്ങൾ ചിരിക്കണ്ട. ഇന്നത്തെ സാഹചര്യം അതാ. ഉസ്താദന്മാര് നമ്മളൊക്കെ തസ്ബീഹും പിടിച്ച് പള്ളി കയറുന്നു. ആഖിറത്തിലെങ്കിലും പോയി നമുക്ക് അടിച്ചു പൊളിക്കാം. നമ്മുടെ പണി ഇനി അതാണ്. നിങ്ങൾ ചിരിക്കണ്ട ബീവേ. ഞാനിത് പറയുന്ന വെറുതെയാണ്, നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ നോക്കിക്കോളി. ഇന്ന് ഈ കാലി കസേര അല്ല, ഇനി 10,000 കണക്കിന് കസേര വന്നാലും ഇരിക്കാൻ പറ്റൂല. ആളുകൾ ഇന്ന് ആഗ്രഹിക്കുന്നതാണ്. എന്റെ ഉമ്മ മരിച്ചാൽ ഡെഡിക്കേറ്റ് 2 പാട്ട്. എറണാകുളം തൃശ്ശൂർ ജില്ലയിൽ ഒരു ചന്ദനക്കുട നടക്കും. തിരുവനന്തപുരത്തും ഒരു ചന്ദനക്കുട. സ്ഥലപ്പേര് പറയണ്ട, ഓൺലൈനിലാണല്ലോ സ്ഥലപ്പേര് നമ്മൾ പറയാൻ നിൽക്കണ്ട. ജില്ല. അപ്പൊ അവിടെ ഈ ചന്ദനക്കുട ഇവിടുത്തെ ഉറൂസ്. പക്ഷെ ഈ ഉറൂസ് പോലല്ല അവിടുത്തെ സിസ്റ്റം. അവിടെ ഈ പാട്ട്, എഴുന്നള്ളത്ത്, പടക്കം പൊട്ടിയിട്ട് ഇതെല്ലാം ഉണ്ട് സംഭവം. അപ്പൊ അവര് വന്നിട്ട് പറയും, ഓരോ നേർച്ച നേരും. സുബൈദ ബീവിയുടെ അസുഖം മാറാൻ 2 വടി. നിങ്ങൾക്ക് തമാശ, നിങ്ങൾ കാണിച്ചറിയാം. വെറുതെ പറയല്ല. നിങ്ങൾക്ക് ഈ സാധനത്തിലൂടെ തള്ളാൻ പറ്റൂല. ഇപ്പൊ ഇത് ഫുള്ളായിട്ട് ഇത് കണ്ടോണ്ടിരിക്കല്ല, അത് തള്ളാൻ പറ്റില്ല. സുബൈദ ബീവി, ആമിന ബീവിയുടെ കുരു മാറാൻ 2 കുരു അടിപൊട്ടി വെടിപൊട്ടിക്കാണ്. മുസ്ലിങ്ങള്, നമ്മുടെ കൗമ എന്ത് ഇതിനൊക്കെ നിങ്ങൾ ഇതുപോലെ നാളെ ഇനി സംഭവിക്കും. ദീനൊക്കെ ഇങ്ങനെയാണ്. ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ചവൻ കാത്തിരക്ഷിക്കട്ടെ. ലോകം മൊത്തവും യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ഒരു രാജ്യം തന്നെ ഇല്ലാതായില്ലേ? ഫലസ്തീന്റെ മക്കൾ എവിടെ പോയി? സിറിയയുടെ മക്കൾ എവിടെ പോയി? ലബനാന്റെ മക്കൾ. ഒരു രാജ്യം തന്നെ നിങ്ങൾ നോക്ക്, നെറ്റ് എടുത്ത് വെച്ച് നോക്ക്.
JCB കൊണ്ടുവന്ന് കൂടാരമായി കൂട്ടിയിട്ടാണ് സിമന്റ്. താമസിച്ചിരുന്നവർ 10,000 നമ്മുടെ മുന്നിൽ 40,000 കണക്ക് വരും. ലക്ഷങ്ങളാണ് പോയത്. നമുക്കെന്തറിയാം ഒരു വീട്ടിൽ താമസിക്കുന്നവർ. JCB കൊണ്ട് കോരുകയാണ്. വർഷങ്ങളായിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ പഠിപ്പിച്ച വീടും സ്ഥലവും ഒക്കെ നമ്മളിവിടെ അടിച്ചുപൊളി പാട്ട്, ഗാനമേള, ആട്ടംബരം നടക്കട്ടെ മോനെ. അള്ളാഹുവിന്റെ വീടി വരുമ്പോണ്ടല്ലോ പിന്നെ എല്ലാരും ഓടി പള്ളിയിലേക്ക് വരും. അല്ലാഹ് പഠിച്ചവനെ റബ്ബേ, അല്ലാഹുവേ രക്ഷിക്കണേ, അല്ലാഹ് സഹായിക്കണേ, അല്ലാഹ്. ثم تدعو لم يستجاب له. പിന്നീട് നിങ്ങൾ ദുആ ചെയ്യും, ആ ദുആക്ക് ഇജാബത്ത് കിട്ടൂല. നിങ്ങൾ ആ സമയത്ത് വന്ന് ദുആ ചെയ്യുമ്പോ ആ ദുആക്ക് നിങ്ങൾക്ക് ഒരു മറുപടിയും പ്രതീക്ഷിക്കണ്ട കേട്ടോ. ബാദിറൂ ബിൽ അഅമാലി സിത്താ. അതുകൊണ്ട് നിങ്ങൾ നന്മകളിലേക്ക് ഇപ്പോഴേ ധൃതി കൂട്ടണം കേട്ടോ. ദുനിയാവിന് വേണ്ടി കുറെ മക്കൾ ഉണ്ടാകും. അവർ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരാ. ആഖിറത്തിന് വേണ്ടി കുറെ മക്കൾ ഉണ്ടാകും. അവരുടെ ജീവിതം മുഴുവനും ആഖിറത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആഖിറത്തെ തെരഞ്ഞെടുക്കണേ, ദുനിയാവിനെ തെരഞ്ഞെടുക്കരുത് കേട്ടോ. ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി കുറച്ച് നിങ്ങൾ സമ്പാദിച്ചിട്ട് കാലാകാലം ഈ ഖബറിൽ കിടക്കേണ്ടവരാണ്. അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ആഖിറത്തിലേക്ക് പോകേണ്ടവരാ. അവിടെ വിചാരണയുണ്ട്, ഹിസാബുണ്ട്. അതുകൊണ്ട് അവിടേക്ക് വേണ്ടി നിങ്ങൾ വല്ലതും ചെയ്തു വെക്കണേ. ഇതേ നമുക്ക് പറയാനുള്ളൂ. ഇത് മാത്രമാണ് നമുക്ക് ബാക്കിയാവുന്നത് കേട്ടോ. ബാക്കിയെല്ലാം ഈ ദുനിയാവിൽ നമ്മൾ മരണപ്പെടുന്നതോടുകൂടി എക്സ്പയർ ആവുകയാണ്. എല്ലാം പോകും. മക്കളും പോകും, കുടുംബവും പോകും, മരുമക്കളും പോകും, എല്ലാവരും പോകും. നമ്മൾ ഒറ്റയ്ക്ക് ആ ഖബറിൽ കിടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആസ്വദിച്ച് നമുക്ക് അവിടെ കിടക്കാം. ഇന്നൊക്കെ നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യും. ഇനിയൊരു കാലഘട്ടം വരും, മരിച്ചവരെ മറന്നു പോകുന്ന കാലഘട്ടമായിരിക്കും. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. വാപ്പാക്ക് പോലും ദുആ ചെയ്യാൻ ഒരു മക്കളുണ്ടാവില്ല. മക്കളുണ്ടാവും, പക്ഷെ വാപ്പായെ മറന്നു പോകുന്ന മക്കളായിരിക്കും. മാതാപിതാക്കളെ മറന്നു പോകുന്ന മക്കൾ എങ്ങനെ മറക്കാതിരിക്കും? ഈ മാതാപിതാക്കളല്ലേ ഞങ്ങളെ പിഴപ്പിച്ചതെന്ന് നാളെ അള്ളാന്റെ കോടതിയിൽ ഇവര് പോയി പറയില്ലേ? അപ്പോൾ എന്റെ പൊന്നു മാതാപിതാക്കളെ, നിങ്ങൾ എന്ത് മറുപടിയാണ് അതിനു വേണ്ടി നിങ്ങൾ കണ്ടെത്തുക? മാതാപിതാക്കൾക്കെതിരെ മക്കൾ നാളെ പറയും ആഖിറത്തിൽ, അള്ളാഹ് ഞങ്ങളെ പിഴപ്പിച്ച് ഞങ്ങളുടെ ഉപ്പയും ഉമ്മയാണ്. അവരാണ് ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നത്. ഞങ്ങളുടെ നിക്കാഹ് റാഹത്തായിട്ട് നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ അടിച്ചു പൊളിക്കാൻ അതിനുള്ള സഹായങ്ങളൊക്കെ പൈസകൾ ചെലവാക്കിയത് ഞങ്ങളുടെ ഉപ്പയും ഉമ്മയുമാണ്. മറുപടി പറയണം മക്കളെ, മറുപടി പറയണം മക്കളെ. മാമിൻ അബ്ദിൻ യസ്തർഈഹി അല്ലാഹു റഇയാ ഫലം യുഹിത്ഹാ ബിനുസഹിഹി ഇല്ലാ ലം യുരിഹ് റായിഹത്തൽ ജന്ന. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മുടെ കസ്റ്റഡിയിലുള്ള നമ്മുടെ സന്താനങ്ങളെ നല്ല നിലയിൽ അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാതെ, അവരെ നല്ല നിലയിൽ അവരെ വളർത്തിയെടുക്കാതെ അവരെങ്ങാനും പിഴച്ചു പോയാൽ, മാതാപിതാക്കളെ, ഇല്ലാലം യുരിഹ് റായിഹത്തൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ പറ്റൂല. വാപ്പാക്കും ഉമ്മാക്കും നിസ്കാരം ഉണ്ടാകും, മക്കള് നമസ്കാരമില്ലാതെ കിടന്നുറങ്ങുകയാണ്, അവരെ അടിച്ചു പൊളിക്കുകയാണ്, അവരെ നൃത്തം ചവിട്ടുകയാ. ഓർക്കണേ ആ മാതാപിതാക്കളോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അന ബരീഉം മിൻ ഹൗലാ വൈലുൽ لأولاد آدم من آبائهم لا يعلمون القرآن والفرض والأدب فينشأون جهالا وأنا بريء من هؤلاء أو كما قال رسول الله. മാതാപിതാക്കളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് കേട്ടോ. ഇനി പറയാൻ ആരുമില്ല കേട്ടോ. ആഖിറത്തിൽ പോയി കൈകടിക്കണ്ട. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മാതാപിതാക്കളെ, നിങ്ങൾക്ക് നരകമാണ്, നിങ്ങൾ നരകം വിലക്ക് വാങ്ങുകയാണ്. എന്താണ് അതിന്റെ കാരണമെന്ന് പറയട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മദീനയുടെ മുത്തുമോൻ പറയുകയാണ്, ആമിന ബീവിയുടെ പൊന്നുമോൻ പറയുകയാണ്,
ജീവിതത്തിന്റെ കെടാ വിളക്ക് നമ്മളോട് ഇതാ വഴി കാണിച്ച് തരികയാ. ഒരു വിഭാഗം മാതാപിതാക്കൾക്ക് നരകമാണ്. എന്താണ് കാരണമെന്നറിയോ? ലാ യുഅല്ലിമൂനൽ ഖുർആന വൽ ഫർള വൽ അദബ. തന്റെ മക്കൾക്ക് ഖുർആൻ എന്താണ്, ശരീഅത്ത് എന്താണ്, ഫർളായ കർമ്മങ്ങൾ എന്താണ്, നമസ്കാരം എന്താണ്, ഇബാദത്ത് എന്താണ്, അദബ് മര്യാദ എന്താണ്, സംസ്കാരം എന്താ, ഇസ്ലാമിക സംസ്കാര ബോധം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ അവര് ജാഹിലീങ്ങളെ പോലെ പിഴച്ചു പോയെങ്കിൽ ഉപ്പമാരെ ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അനബരീഉം മിൻ ഹൗലാ, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ് കേട്ടോ. നാളെ എന്നോട് നിങ്ങൾ വരരുത്, നാളെ എന്നെ കാണാൻ വരരുത്, നാളെ എന്നോട് നിങ്ങൾ സഹായം ചോദിക്കാനും വരരുത്, എനിക്ക് നിങ്ങളെ കാണണ്ട. അല്ലാഹു നമ്മൾക്ക് നല്ല മക്കളെ തരട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കെ ചൊല്ല്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയി പടച്ചവനെ. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ പാതിരാ സമയത്ത് റജബിന്റെ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തുതാ അല്ലാ, പുറത്തുതാ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ പിഴപ്പിക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളുടെ പേരിൽ ആഖിറത്തിൽ പിടിച്ചു നിർത്തല്ലേ അല്ലാഹുവേ. പടച്ചവനെ, ഇനിമേലിൽ ഒരു അനീഷ്ടപ്പെടാത്ത ഒരു മജ്‌ലിസിൽ ഞങ്ങൾ പോവില്ല അല്ലാ. നീ ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കണേ, സഹായിക്കണേ അല്ലാ. നീ തന്ന സമ്പത്ത് നിനക്ക് വേണ്ടി ചെലവ് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. അത് ഞങ്ങളുടെ ഖബറിലേക്ക് എത്തിച്ചു തരണമേ അല്ലാ. ബിബർക്കത്തി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. ബക്കറെടുത്തോ, എടുക്കി, സന്തോഷത്തോടെ എടുക്കി. എന്റെ സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ചെയ്ത അനുഗ്രഹം നല്ലൊരു മാസം റജബ് മാസം. നമ്മുടെ ഈ ഗുണാജെ വെൽഫെയർ 25 വർഷമായി ഈ പാവപ്പെട്ട സാധുക്കൾ നന്മകൾ ചെയ്യുന്നവരാണ്. നിങ്ങൾക്കറിയാലോ, ഈ നാട്ടിൽ നമ്മൾ സഹായിക്കണം. നമ്മുടെ ജോലി അതാണ്. ഇത് ഖുർആനും ഹദീസും കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. നമ്മൾ 1000 2000 രൂപയ്ക്ക് പിശുക്കി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആഖിറത്തിൽ പോകുന്നത് മാത്രമല്ല, ദുനിയാവിൽ വെച്ച് തന്നെ നമുക്ക് ചിലപ്പോ ആ പിശുക്കി വെക്കുന്നതിന് 10 ഇരട്ടി ആശുപത്രികൾ കൊടുക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദാവു മർലാക്കും ബിസ്സദഖ. സദഖ കൊടുത്തിട്ട് നിങ്ങളുടെ രോഗം ചികിത്സിക്കും. സദഖ കൊടുത്തിട്ട് നിങ്ങളുടെ രോഗം ചികിത്സിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ സദഖയ്ക്ക് പകരം പൈസ കൊടുത്ത് ഹോസ്പിറ്റലിൽ ചികിത്സിക്കുകയാണ്. നബിയെ നമുക്ക് വിശ്വാസമില്ല. കാണിക്ക വഞ്ചി, ഉണ്ടിയൽ, എന്തായാലും പറയാ, ഭണ്ഡാരമില്ല. അതുകൊണ്ടാ ഭണ്ഡാരം എന്ന് പറയാ. ഉണ്ടിയൽ, ഭണ്ഡാരം, കാണിക്ക വഞ്ചി എന്നൊക്കെ പറയും. എന്താ ബക്കറ്റ് എടുത്ത് കാണിക്ക വഞ്ചിയുടെ മുന്നിൽ നിൽക്കുന്ന കൂട്ട് പൊട്ടിക്കാൻ പോന്ന കൊടുക്കി. നിങ്ങളുടെ നൃത്തം കാണുമ്പോഴത്തേക്ക് കാണിക്ക വഞ്ചി പൊട്ടിക്കാൻ പോകുന്ന പോലെ ഉണ്ടല്ലോ. അതിലെഴുതി വെച്ചിട്ടുണ്ട് ദാനധർമ്മം വിപത്തിനെ തടയുന്ന എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ വിപത്തുകൾ ഉണ്ടാകാതിരിക്കാൻ സ്വതക്ക ചെയ്യണം. ചെറിയ സദഖ, നമുക്ക് അത് വലിയ ബർക്കത്ത്. നമ്മളിപ്പോ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു 10 റുപ്യ അല്ലാഹ് എന്റെ പള്ളിക്ക് ഇവിടെ ഇട്ടിട്ട് പോകുന്നു, അതൊരു വലിയ ബർക്കത്ത്. ചിലപ്പോ 10 റുപ്യ കൊണ്ട് 10 ലക്ഷം രൂപ ചെലവ് വരുന്ന രോഗം, അപകടം അല്ലാഹ് ഒഴിവാക്കി തരും. ഒരു അപകടത്തിന്റെ സ്പൈനൽ കോഡൊക്കെ പോയി തീർന്നില്ലേ? എഴുന്നേക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റുമോ? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സംരക്ഷിക്കട്ടെ. അല്ലാഹുവേ, ദീർഘകാലം മരണം വരെ ആരെയും സമീപിക്കാതെ, ആരുടെയും സഹായമില്ലാതെ സ്വന്തമായി ഇബാദത്ത് ചെയ്യാനും സ്വന്തമായി പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനും അല്ലാഹുവേ നീ തൗഫീഖ് തരണേ അല്ലാഹ്. തൗഫീഖ് തരണേ അല്ലാഹ്. തൗഫീഖ് തരണേ അല്ലാഹ്. നമ്മുടെ നാട്ടിലെ സാധുക്കളായവർ, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവർ, വീൽ ചെയറിൽ ഇരുന്ന് പോകുന്നവർ, അവരെ കൂടെ സഹായിക്കാനാണ് പാലിയേറ്റീവ് കെയർ എന്ന ഒരു സംവിധാനം അവരിപ്പോ ഈ വർഷം 25ാം വാർഷികത്തോടനുബന്ധിച്ച് അവിടെ ഉദ്ഘാടനം ചെയ്തത്. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകളെ കൊണ്ട് അവർ ഉദ്ഘാടനം നടത്തിയെങ്കിൽ ആ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്
സാധുക്കളായ രോഗികൾ എങ്ങനെ വീട്ടിൽ കിടക്കുമ്പോൾ അവരെ നോക്കാനും അവർക്ക് ശുദ്ധി വരുത്താനും അവരുടെ ഈ കാഷ്ടവും മൂത്രവും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാനും നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റാത്തവർക്ക് കിടക്കാൻ ശരീരം പൊട്ടാത്ത ബെഡ് വാങ്ങിക്കൊടുക്കാനും അവരെ ഉരുട്ടിക്കൊണ്ടു പോകാനുമുള്ള വീൽ ചെയറിനൊക്കെയാണ്. ഇത് നമ്മൾ നിയത്ത് ചെയ്ത് നമ്മൾ ഈ സംഘടന കൊടുക്കുമ്പോൾ അത് ആർക്കെല്ലാം നമ്മൾ എത്തിക്കുന്നോ നമുക്ക് വീൽ ചെയറിൽ ഇരിക്കേണ്ടി വരൂല ഇൻഷാ അല്ലാഹ്. നമ്മൾ വീൽ ചെയറിൽ ഇരിക്കാതെ അല്ലാഹുവേ അതിനുള്ള ഒരു തൗഫീഖിന് വേണ്ടി ഞാൻ ഒരു വീൽ ചെയർ അത് ഞാൻ നമ്മുടെ ഈ ഒരു സംഘടനയ്ക്ക് വാങ്ങി കൊടുക്കുന്നു. പടച്ചവനെ എന്നെ നീ വീൽ ചെയറിൽ ഇരുത്തരുത്. അതാണ് നമ്മുടെ നിയത്ത്. നമ്മുടെ നിയത്ത് അതാണ്. ഹബീബെ നമ്മൾ എത്ര ഞാനൊക്കെ ഉലകം ചുറ്റുന്ന ആളാണല്ലോ. ഞാൻ ഓരോ വീട്ടിലും പോകുമ്പോൾ ഞാൻ കാണുന്ന ചെറുപ്പക്കാർ വീൽ ചെയർ, ചെറുപ്പക്കാർ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാതിന് പോയപ്പോൾ സ്വന്തമായിട്ട് വീൽ ചെയർ ഓടിച്ചു വരുന്ന ഒരാൾ വാതിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് വാതിൽ വെക്കുന്നു. ഞാൻ ഒരുപാട് ദുആ ചെയ്തു. അല്ലാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ, നമുക്ക് ആഫിയത്ത് തരട്ടെ. എപ്പോഴും ചോദിക്കണം അല്ലാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് പണമല്ല. നമ്മൾ വിചാരിക്കും നമുക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് പണമാണെന്ന്. വലിയ പണം അല്ല ഹബീബേ. ലക്ഷക്കണക്കിന് ലക്ഷം കോടിയുടെ ഉടമസ്ഥൻ, പേരൊന്നും പറയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കോടാനുകോടിയുടെ ഉടമയാണ്, കോടാനുകോടിയുടെ ഉടമയാണ്. എത്ര പേരെ അറിയാം നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പിന്നെ ഈ ഫുലൂസ് എന്തിനാ ആലോചിച്ചു ഹബീബെ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കട കണ്ടപ്പോൾ മാഷാ അല്ലാഹ് മട്ടൻ മന്തി എന്ന് എഴുതിയിരിക്കുന്നു. കയറി മട്ടൻ മന്തിയും പോത്തിന്റെ കാലും ആ നരകത്തിലെ കോഴി, നാറിലെ കോഴി, നൂറിലെ കോഴി, കറങ്ങുന്ന കോഴി, ഇതെല്ലാം എടുത്തു വെച്ച് ഒന്ന് തിന്നിട്ട് പടച്ചവനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹുക്ക് ഒരു ശുക്ർ ചെയ്യാൻ നമുക്കൊരു തൗഫീഖ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഒരു മധുരവിട്ട ഒരു ചായ കുടിക്കാൻ ഒരു തൗഫീഖ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അത് വലിയ കാര്യമാണ്. അല്ലാഹ് നമുക്കതൊരു നിഅമത്താണ്. ഈ നിഅമത്തിനാണ് ശുക്ർ ചെയ്യേണ്ടത്. ആ ശുക്ർ എന്താണ്? ഇതേപോലെ സാധുക്കളായി രോഗികളായി കഴിയുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തിട്ട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവേ ഈ ഒരു വിപത്ത് എനിക്ക് നീ വരുത്തരുത്. ഹദീസുണ്ട്, ഞാൻ വെറുതെ പറയല്ല. നമ്മളൊരു രോഗിയെ കാണാൻ പോയാൽ, ഒരു ക്യാൻസർ രോഗിയാകട്ടെ, അതല്ല ഒരു ട്യൂമർ ബാധിച്ച വ്യക്തിയാകട്ടെ, അതല്ല ഒരു മാരകമായ രോഗം പിടിപെട്ട വ്യക്തിയാകട്ടെ, ആക്സിഡന്റിൽപ്പെട്ട് വീട്ടിൽ കഴിയുന്ന വ്യക്തിയാകട്ടെ, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ അരികിൽ വെച്ച് പറയണം അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മാ ഇബ്തലാഹുല്ലാഹ് വഫളലനി ഖൈറൻ മിമ്മൻ ഖലഖ തഫ്ളീലാ. അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ കൊടുത്ത ഈ പരീക്ഷണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചവനാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ എന്നെ എത്രയോ ശ്രേഷ്ഠനാക്കി റബ്ബേ. അല്ലാഹുവേ നിനക്കാണ് അഖിലസ്തുതി നാഥാ. ഇതുപോലുള്ള വിപത്തുകൾ നൽകി ഞങ്ങളെ എന്നെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഏത് രോഗിയുടെ അടുത്ത് പോയാലും നമ്മൾ ഈ ദുആ ചെയ്യണം. അവർക്ക് വേണ്ടി ദുആ ചെയ്തതിന് ശേഷം ഇതുപോലുള്ള രോഗങ്ങളെ തൊട്ട് അല്ലാഹു നീ എന്നെ കാക്കണം, ഞങ്ങളെ കാക്കണം എന്ന് നമ്മൾ ദ്വാരക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാലിയേറ്റീവ് കെയർ തുടങ്ങി വെച്ച നല്ല സംഘടന 25 വർഷമായി. അവരിന്ന് നമ്മളിതിന്റെ സംഘാടന പറഞ്ഞു അവർക്ക് ഈ ഭക്ഷണമൊക്കെ കാറ്ററിംഗ് സർവീസിനൊക്കെ പോയി കിട്ടുന്നത് കൊണ്ടുവന്ന് ഈ ഒരു കോംപ്ലക്സ് ഒക്കെ പണിത് ഓഫീസൊക്കെ പണിഞ്ഞു. അൽഹംദുലില്ലാഹ് ഇങ്ങനെ അവർ വർഷങ്ങളായി പണിയെടുത്തിട്ടുണ്ടാക്കിയതാണ്. വർഷങ്ങളെ പണിയെടുത്തിട്ടുണ്ട്. ഞാൻ 5-6 വർഷത്തിന് മുമ്പ് ഈ ഗുണാജെ വന്നിട്ടുണ്ട്. 2 സ്ഥലമുണ്ട്, ഒന്ന് ഗുണാജെ ഒന്ന് കൊണാജെ. ഞാൻ കോണാജെ, ആ കൊണാജെ ഞാൻ കരുതി അവിടെയാണെന്ന് കരുതി അവിടെയാ പോയത് ആദ്യം. അപ്പോഴാണ് ഇവര് പറഞ്ഞത് ഉസ്താദ് അവിടെ അല്ല ഗുണാജയാണത്, ഗുണാജെ, മറ്റേത് കൊണാജെ. വലിയ കഷ്ടം തന്നെ. അല്ലാഹു ഇതൊക്കെ പേര് വലിയ പാടല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പുറത്തു പോയി. ഇത് കേരളത്തിലാണെന്ന്. ഇപ്പൊ കേരളം ഇതല്ലേ, കേരളമാണ്, അതിർത്തിയാണ്. ഇതേപോലെ കേരളത്തിൽ സ്വർഗമുണ്ട്, അറിയാലല്ലേ? സ്വർഗമുണ്ട് കേരളത്തിൽ. ചെർക്കള പെർലടുത്ത് സ്വർഗം. അപ്പൊ ചെർക്കളയിൽ കൊണ്ട് ബസ് അല്ല വിളിക്കുക സ്വർഗത്തിലേക്ക് പോകേണ്ട ഒരു കണ്ടെന്ന് കയറി. ഇബാദത്തൊന്നും ചെയ്യണ്ട, ഒരു ഇബാദത്തും ഇല്ലാതെ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവര് പെർലയിൽ പോയാൽ മതി, ബസ് കിട്ടും. ഒരു ഇബാദത്തും വേണ്ട. അപ്പൊ അങ്ങനത്തെ. പിന്നെ കുറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ, കോപ്പ.
ഞാൻ ഇങ്ങോട്ട് ഞങ്ങൾ വരുന്ന ഇപ്പോഴല്ല, കുറച്ച് ദിവസം മുമ്പ് ഇങ്ങോട്ട് വരുന്ന വഴിയുള്ള സ്ഥലം ചോദിച്ചു. ചങ്ങാതി വഴി അറിയില്ല, ഇതുപോലെ ഉള്ളിലേക്ക് വരാം. അപ്പൊ ഞാനൊരു മോനെ ഈ സ്ഥലത്തിന്റെ പേരെന്താ? കോപ്പാന്ന്. നമ്മുടെ നാട്ടിലൊക്കെ കോപ്പെന്ന് പറഞ്ഞാൽ തെറിയാണ്. അപ്പൊ നമ്മളെ കളിയാക്കുന്നതിന് നമ്മൾ ചോദിക്കുക, പരിഹസിക്കാണ്. അതറ കോപ്പാണല്ലോ അവരാടെ എന്ന് പറയും. ഞങ്ങൾ അത്ഭുതപ്പെട്ടു, ഇവ എന്ത് ചീത്ത വിളിക്കുന്നത്. പിന്നെ ചോദിച്ചു, ഹലോ മോനെ, സ്ഥലപ്പേര് ഇവിടെ, ഈ സ്ഥലത്തിന്റെ പേരെന്താ? കോപ്പ. ഞങ്ങൾ ചിരിച്ചു കണ്ടപ്പോ അവനെന്താ മനസ്സിലായി? അവ പറഞ്ഞു, ഉസ്താദ് ഈ സ്ഥലത്തിന്റെ പേര് കോപ്പ എന്നാണ്. അല്ലാ അല്ലാ, നല്ല നല്ല സ്ഥലം, രസമുണ്ട് കേൾക്കാൻ ഓരോരോ സ്ഥലം. നായിയുടെ വായിൽ ഗ്യാപ്പ് വെച്ചു അള്ളാഹു താല മനസ്സിലാക്കാൻ തോന്നിക്ക് തരട്ടെ. അൽഹംദുലില്ലാഹ്. പണ്ടുള്ളവരൊക്കെ ഇട്ട പേരുകളായിരിക്കും ഇതൊക്കെ, ഇല്ലേ? നമുക്കിതൊന്നും അറിയില്ല. എന്തായാലും കൊള്ളാം, അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു ഈ സംഘടന 25 വർഷം വരെ തട്ടിയും മുട്ടിയും ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയി. അടിയും വഴക്കൊന്നും ഇല്ലല്ലോ, ഇല്ലേ? സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യം. ഓരോരുത്തര് ഫാത്തിഹ ഓതി തുടങ്ങും, ഹത്ത ഓതി പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് അൽഹംദുലില്ലാഹ് ഖിയാമം വരെ ഇതിന് നിലനിർത്തുമാറാകട്ടെ. ഇതിനു വേണ്ടി പണിയെടുത്തവർക്ക് ഇതിന്റെ തുടക്കം മുതൽ അല്ലാഹു 25 വർഷം മുമ്പ് ഇതിനെ തുടങ്ങിയവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അതിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. അവർക്കെല്ലാം നീ പൂർണ്ണമായി മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ, അവരുടെ ഖബറിൽ സന്തോഷം കൊടുക്കണേ അല്ലാ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സംഘാടകർ പറഞ്ഞു, ഇച്ചിരി വീൽ ചെയറും ഒരു ബെഡൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു ചെറിയ സദഖ, വലിയ നിർബന്ധം വേണ്ട ഉസ്താദ്. ഒരു വീൽ ചെയർ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയാൽ അങ്ങനെ ചെയ്തോട്ടെ. ഒരു ബെഡ് വാങ്ങി കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ ആയിക്കോട്ടെ. ഇനി എന്റെ 2000 റുപ്യ 1000 റുപ്യ അങ്ങനെ നിയത്തി ചെയ്ത് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൊടുത്തോട്ടെ എന്ന് പറഞ്ഞു. ഒരു വീൽ ചെയറിനൊക്കെ ഏകദേശം 4000 റുപ്യ, 6-7 ആവുമോ? നമ്മുടെ എന്റെ വാപ്പൊക്കെ കുറച്ച് 4000 വരുന്നത്, മരിച്ചുകൊണ്ട് 5 വർഷമായി. അള്ളാഹു ഓർത്തു കൊടുക്കണം. 5000 രൂപ ആവുമെന്ന് പറയുന്നു. അൽഹംദുലില്ലാഹ്. ആഗ്രഹമുള്ളവർ ഒരെണ്ണം മേടിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ എന്റെ പകുതി എങ്കിലും കൊടുക്കാം. 2 പേര് ചേർന്ന് വാങ്ങാം. ആരെങ്കിലും ഒരെണ്ണം വാങ്ങി കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ടോ? അൽഹംദുലില്ലാഹ്. ഒരു വീൽ ചെയർ ഒരെണ്ണം, അത് ഏകദേശം 2 എന്താണ്, എത്ര എണ്ണം വേണ്ടി വരും? 2-3 എണ്ണം വേണ്ടി വരും അല്ലേ? ഒരു 4 എണ്ണം. ഒരെണ്ണം ഇന്ന് കിട്ടിയ, മുഞ്ഞാന്ന് കിട്ടി. ഓക്സിജൻ സിലിണ്ടർ മിഷൻ, അത് എത്ര രൂപ? അത് കിട്ടി, അതൊരാൾ ഓഫർ ചെയ്യാം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരാൾ 40,000 രൂപ. കട്ടിൽ, കട്ടിൽ അത് എത്ര? അമീൻ, മുഹമ്മദ് അമീൻ. ഒരു കട്ടില് ഇങ്ങനെ തിരിച്ചിരിക്കുന്ന പൊക്കുന്ന കട്ടിലല്ലേ? അത് 10-15 റുപ്യ ആവും അല്ലേ? ഓ അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പടച്ചവനെ, സുഖമില്ലാതെ കട്ടിൽ കിടക്കേണ്ട അവസ്ഥ വരാതെ നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഓക്സിജൻ കിട്ടാതെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, അപ്പൊ ഈ 3 സാധനം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അത് നമുക്ക് പോരാ, ഒരു ബർക്കത്തിന് തുടക്കം കുറിക്കാനാണ്. അൽഹംദുലില്ലാഹ്. എല്ലാവരും അതിലൊരു പങ്കാളികളാവും. നമ്മളാൽ കഴിയുന്ന നിലയിൽ ഒരു സഹായം. ബെഡ് വന്നിട്ടില്ല അല്ലേ? ബെഡ്, അതെ. എല്ലാരും കൂടെ ചേർന്നവരെല്ലാരും ഇനിയിപ്പോ എന്താ കിട്ടാനുള്ള സംഭവം? ഓരോന്ന് കിട്ടിയിട്ടുള്ളൂ. അതാണ് എല്ലാത്തിനും ബർക്കത്തിന് ഒരെണ്ണം, ഇങ്ങനെ ബർക്കത്തിന്. ആരെങ്കിലും അപ്പം ഒരെണ്ണം കൊടുക്കാൻ ആരെങ്കിലും ഒരു നിയത്തിയാൽ ഒരു 2-3 എണ്ണം വേണം. ചിലപ്പോൾ ഒരു 3 വീൽ ചെയറെങ്കിലും വേണ്ടി വരും. ഒരു 3 എണ്ണം ഒരാൾക്ക് ഇങ്ങനെ കൊടുത്താൽ 5 റുപ്യ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. ആരാ ബിസ്മില്ലാഹ് പറഞ്ഞ ഒരാൾ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുന്നു. കൈപൊക്ക്. അൽഹംദുലില്ലാഹ്. ഒരു വീൽ ചെയർ ഞാൻ വാങ്ങി കൊടുത്തോളാം എന്ന് നല്ല നിയത്തോടു കൂടി റജബിന്റെ മാസത്തിൽ നല്ല ഒരു ദുആ, ഒരു സ്വലാത്ത് ചൊല്ലി അവർക്ക് വേണ്ടി കാര്യമായ ഒരു ദുആ നമ്മൾ ചെയ്യും. എന്തായാലും നിങ്ങൾക്കറിയാമല്ലോ, ഇത്രയും നാളെ ഇവർ ചെയ്ത പ്രവർത്തനം അൽഹംദുലില്ലാഹ് ഗുണമുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ ഗുണമുള്ള ഈ നാടിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന നിലയ്ക്കുള്ള സഹായം നമ്മളാൽ കഴിയും. നമ്മൾ ഇത്ര നിർബന്ധിക്കില്ല. ഞാൻ ചോദിച്ചു ഒരു വീൽ ചെയർ വേണം, ഇനി അതിനില്ല, അതിനുള്ള സംവിധാനം പൈസ അത്രയും ഇല്ലെങ്കിൽ അതിന്റെ പകുതി പൈസ കൊടുക്കാൻ 2 പേര് ചേർന്ന് ഒരെണ്ണം നിയത്തി ചെയ്യാം. ആരുണ്ട്? 2500 വെച്ച് പറഞ്ഞ ഒരാള് 2 പേരാകുമ്പോ ഒരു വീൽ ചെയർ ആവും. ഒന്ന് കൈബുക്ക് ബിസ്മിയും പറഞ്ഞ് അൽഹംദുലില്ലാഹ്. നമുക്ക് ബർക്കത്തായിട്ട് പ്രസിഡന്റ്
പ്രസിഡന്റ് ഉമ്മ ഉപ്പ മരണപ്പെട്ടു 2500. അൽഹംദുലില്ലാ. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ നീ ആ ഖബർ സന്തോഷം കൊണ്ട് നിറയ്ക്കണേ അല്ലാ. പടച്ചവനെ ആ ഖബറിന്റെ അദാബ് ദൂരീകരിക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ പരിശുദ്ധമായ ഈ റജബിന്റെ രാവിലെ ഞങ്ങൾ ചെയ്യുന്ന ദുആ നീ തട്ടിക്കളയല്ല അല്ലാ. പടച്ച റബ്ബേ ആ മക്കളെയും മാതാപിതാക്കളെയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടാൻ ഈ സദഖ നീ സബബാക്കണേ അല്ലാ. ജനറൽ സെക്രട്ടറി ഹമീദ് 2500 രൂപ. അല്ലാ പടച്ചവനെ ആഫിയത്ത് കൊടുക്കണമല്ലാ, ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ വീൽ ചെയറിൽ ഇരിക്കേണ്ട ഒരു രോഗം അവർക്കും ഞങ്ങൾക്കും നീ തരല്ലേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടത്തിലേക്ക് ഇതിന്റെ സവാബ് കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. വർക്കിംഗ് സെക്രട്ടറി അലി 2500. ഖൂലു തക്ബീർ. പടച്ചവനെ റഹ്മാനായ റബ്ബേ, റഹീമായ റബ്ബേ, ഖാലിഖായ മാലിക്കായ അല്ലാഹ്, അസ്ഹാബുൽ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഈ സദഖ ചെയ്യുന്ന ഒരാൾക്കും ആമീൻ പറയുന്ന ഒരാൾക്കും ദുആ ചെയ്യുന്നവർക്കും അല്ലാഹുവേ അപകടങ്ങളോ ആപത്ത് മുസീബത്തുകളോ മാരക രോഗങ്ങളോ നൽകി പരീക്ഷിക്കല്ലേ അല്ലാഹ്. സഹോദരൻ ഒരു പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സഹോദരൻ 2500. അർഹമുർ റഹീമായ റബ്ബേ, അല്ലാഹുവേ നീ ഖബൂലാക്കണേ പടച്ചവനെ, അനുഗ്രഹിക്കണേ പടച്ചവനെ. അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ സഫലമാക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. മരണപ്പെട്ടവരുടെ ഖബറിടത്തിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. 2500. വൈസ് പ്രസിഡന്റ് അനീഫ് മാഷ്. അൽഹംദുലില്ലാ. പടച്ചവനെ നീ സ്വീകരിക്കണേ പടച്ചവനെ, അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഇതിന്റെയൊക്കെ സംഘാടകർ തന്നെ ആത്മാർത്ഥമായി അല്ലാ നിനക്ക് വേണ്ടി സദഖകൾ നൽകുകയാ. ആഖിറത്തിൽ നീ ഇവരെ പിടിച്ചു നിർത്തല്ലേ അല്ലാ. അല്ലാഹുവേ വല്ല തെറ്റുകൾ ചെയ്യുന്നവരാണെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ ഈ സദഖയെ നീ സബബാക്കണേ അല്ലാ. അസീസ് ജിഎം അൽഹംദുലില്ലാ. ഖുലു തക്ബീർ. അസീസ് ജിഎം ഒരു വീൽ ചെയർ. നേരത്തെ പറഞ്ഞപ്പോൾ 2 വീൽ ചെയറിന്റെ പൈസ കിട്ടി. ഇപ്പൊ ഇത് 3ആമത്. മൊത്തം 4 വീൽ ചെയർ ആയി. മുമ്പത്തെ പ്രസിഡന്റ് മോനാണല്ല, പ്രസിഡന്റ് മരിച്ചുപോയി. മുഹമ്മദ് കുഞ്ഞാജിക്ക് വേണ്ടി അല്ലാഹുവേ പടച്ചവനെ ആ മുഹമ്മദ് കുഞ്ഞാജി അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാ. പടച്ചവനെ അവർ ബർസഖിലാണ്, ഇന്ന് ദുനിയാവിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു റഹ്മാനെ. ആ മരണപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഈ സദഖ നീ ജാരിയായ സദഖയിൽ പെടുത്തണേ അല്ലാ. ആ ഖബർ സന്തോഷം കൊണ്ട് നിറയ്ക്കണേ അല്ലാ. അല്ലാഹുവേ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സ്വർഗ്ഗം കൊണ്ട് അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ. അതിന് ഈ ദുആയും ഈ മജ്ലിസും സബബാക്കണേ റബ്ബേ. സഹോദരിമാരുടെ ഭാഗത്തോട്ട് പോയില്ലല്ലോ ആരും. ഒരാൾ സഹോദരിമാരുടെ ഭാഗത്ത്. സഹോദരിമാരെ കൂടുതൽ രോഗങ്ങൾ നിങ്ങൾക്കാണ്. ഈ വയറിലെ പ്രശ്നങ്ങൾ, ക്യാൻസർ, ബ്രസ്റ്റിലെ പ്രശ്നങ്ങൾ അല്ലാഹുവേ അതൊക്കെ തൊട്ട് അതിനെ തൊട്ട് ഞങ്ങളുടെ സഹോദരിമാരെ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ അല്ലാ. ക്യാൻസറിനെ തൊട്ട് രക്ഷിക്കണേ അല്ലാ. നമ്മൾ പങ്കാളിത്തം വഹിക്കണ സഹോദരിമാർ എല്ലാവരും പ്ലീസ് 1000 രൂപയെങ്കിലും നിയത്ത് ചെയ്യണം. 1000 രൂപയെങ്കിലും. 50 പെണ്ണ് 1000 പറഞ്ഞാൽ 50,000 രൂപയായി. 1000 രൂപ നമ്മളാൽ കഴിയുന്നത്. നിങ്ങളുടെ ഭർത്താക്കന്മാർ അവർ കൊടുക്കുന്നത് നിങ്ങൾ നോക്കണ്ട. എനിക്ക് എന്റെ തടിക്ക് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കൊടുക്കണം. അന്ന് ഒരു 1000 രൂപ നാളെ ഇച്ചാണ്ട് ചോദിച്ചോ, 1000 രൂപ വാങ്ങിയിട്ട് നിങ്ങൾ കൊടുക്കും. സഹോദരിമാർക്ക് ഒരു ലിസ്റ്റ് കൊടുക്കും. സഹോദരിമാർക്ക് ഒരു പേപ്പർ പേന അങ്ങോട്ട് കൊടുത്തുവിട്. അവിടുത്തെ വാളണ്ടിയേഴ്സ് പെണ്ണുങ്ങളുടെ കയ്യിൽ കൊടുത്തുവിട്. അല്ലാഹുവേ പടച്ചവനെ ഇത് കൊടുക്കുന്ന സഹോദരിമാർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അടുത്ത മകള് മാഷാ അല്ലാഹ്. മുമ്പത്തെ പ്രസിഡന്റ് അബ്ബാസ് സാജിയുടെ മകള് എന്താ 2500 രൂപ. പടച്ചവനെ മരിച്ചുപോയ അബ്ബാസ് സാജിയുടെ മകള് അല്ലാഹുവേ ആ പിതാവിന് വേണ്ടി മക്കൾ ചെയ്ത സദഖ സ്വീകരിക്കണേ അല്ലാ. റജബ് മാസാണ്, ഭയങ്കരം അള്ളാന്റെ മാസാണ് റജബ്. ഒരു സ്ത്രീ 1000 രൂപ. 1000 അൽഹംദുലില്ലാ നമ്മൾ കൊടുക്കണം. നമ്മൾ 1000 രൂപ എങ്കിലും കൊടുത്തിട്ട് നമ്മൾ രോഗത്തിൽ നിന്ന് ശിഫ കിട്ടണം. രോഗം ഒരു ഡോക്ടറെ കാണണമെങ്കിൽ 500 രൂപ. നിങ്ങളിന്ന് ഡോക്ടർമാരുടെ മുന്നിൽ പോയി നോക്കും. നമ്മുടെ ഇച്ചാമാരാണ് നിൽക്കുന്നത് മൊത്തം പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ. GP സിദ്ദീഖ് ഒരു വാട്ടർ ബെഡ്. ഖുലൂ തക്ബീർ. ഇപ്പൊ ഈ വാട്ടർ ബെഡിനേക്കാൾ നല്ലത് മറ്റേ ഗ്യാസ്, അതാ നല്ലത്. എയർ ബെഡ്, വാട്ടർ ബെഡൊക്കെ വെള്ളം നിറയ്ക്കലെടുക്കും. പൈസ കുറവപ്പാ, എല്ലാം സെയിം അല്ലേ. ആവശ്യമുള്ളവർക്ക് വാട്ടർ ബെഡ് എടുക്കാനും പൊക്കിയിടാനും എല്ലാം ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ തണുപ്പായത് കൊണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഡോക്ടർമാരെന്നെ പറയുന്നത് എയർ ബെഡ് എളുപ്പം. അതാ മടക്കി വെച്ചാൽ സൂക്ഷിക്കാം. ഇത് വെള്ളം നിറയ്ക്കണ്ടേ, ഈ വെള്ളം നിറയ്ക്കണം, പിന്നെ അത് വെള്ളം ഒഴിവാക്കണം, അതൊക്കെ പാടാണ്. അപ്പൊ എയർ ബെഡ് കേട്ടോ.
അല്ലാഹുവേ പടച്ചവനെ റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, ഖാലിഖായ മാലിക്കായ അല്ലാഹ്, ആ സഹോദരൻ എയർബഡിൽ കിടക്കേണ്ട രോഗം നീ കൊടുക്കല്ലേ പടച്ചവനെ, കൊടുക്കല്ലേ പടച്ചവനെ, കൊടുക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങൾക്കും ആ ഒരു ദുരന്തം നൽകല്ലേ അല്ലാഹ്. ശരീരം പൊട്ടിയൊലിക്കുന്ന രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ അല്ലാഹ് സഹോദരന്റെ നിയ്യത്ത് സ്വീകരിക്കണേ പടച്ചവനെ. മരണപ്പെട്ടു പോയവരുടെ കബറിടത്തിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അസീസ് 1000 രൂപ പടച്ചവനെ, അദ്ദേഹത്തിന്റെ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. അർഹമായ കൂലി നീ കൊടുക്കണേ പടച്ചവനെ. മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. സഹോദരിമാരെ പെട്ടെന്ന് പറയണേ, 1000 സമയമില്ല. 1000 രൂപയെങ്കിലും കുറഞ്ഞത് നമ്മൾ പെണ്ണുങ്ങൾ കൂടുതൽ സദഖ ചെയ്യണം. നമ്മൾ പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് നമ്മളോട് പിശുക്ക് കാണിക്കും. അത് ഓർത്തോളി. 1000ന്റെ സ്ഥാനത്ത് 10000 അള്ളാഹ് ചെലവാക്കിക്കും. അള്ളാഹ്ക്ക് ഇതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ സദഖകൾ ചെയ്യണം. മുന്നേറുന്ന സ്ത്രീകളോടാണ് നബി തങ്ങൾ പറഞ്ഞത്, മോളെ ഫാത്തിമ ഇത്തഖിന്നാറ വലൗ ബിശഖി തംർ, ഒരു ചെറിയ കാരക്കട കീറ് കൊടുത്തിട്ടെങ്കിലും നീ നരകത്തെ സൂക്ഷിക്കുക. ഒരു വലിയ വാക്കല്ലേ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ധനം, ചെറിയ ഒരു സദഖ അത് ചെയ്തിട്ടെങ്കിൽ. അതുകൊണ്ട് അങ്ങോട്ട് പെണ്ണുങ്ങൾ അങ്ങോട്ടേക്ക് പോ, പെണ്ണുങ്ങൾ അങ്ങോട്ടേക്ക് പോ, പെട്ടെന്ന് പോ, പെട്ടെന്ന് സമയമില്ല. മണി 12 കഴിഞ്ഞു. അല്ലാഹു അക്ബർ. ഇന്നലെ തുടങ്ങിയ പ്രസംഗമാണ്. 12 ആയി. പെട്ടെന്ന് സുബഹി ഖളാക്കാൻ പാടില്ല. സുബഹി ഖളാക്കാൻ 6:30 ഖളാവും. അതിന് മുമ്പ് നിസ്കരിച്ചോണം. ജമാഅത്തായിട്ട് പള്ളിയിൽ തന്നെ പോയി നിസ്കരിക്കാൻ പറ്റിയ ഇത് മയ്യത്തിറക്കുന്ന പള്ളിയാണ്. ജമാഅത്ത് പള്ളിയാണ്. ഗുണാജ് ജമാഅത്ത് പള്ളിയാണ്. മാഷാ അല്ലാഹ്. തർബിയത്തുൽ ഇസ്ലാം. ദഫ് കമ്മിറ്റി ഒന്നും കൊടുക്കാത്ത എന്ത് സദഖ? ദഫ് കമ്മിറ്റി എവിടെ? ദഫ് കമ്മിറ്റിയുടെ ചുള്ളന്മാര് ഇവർ തന്നെയാണ്. 1000 രൂപ. ഒരു സ്ത്രീ മരിച്ചുപോയ ആരാ, ഭർത്താവോ ഭാര്യ മക്കളോ ആരും ആകട്ടെ, അവരുടെ നിയ്യത്ത് പോലെ അല്ലാഹുവേ ആ മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് കൊടുക്കണേ പടച്ചവനെ. ആ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. മരണപ്പെട്ടവരൊക്കെ നമുക്ക് ജീവിച്ചിരുന്നപ്പോ ചെയ്ത എത്ര വലിയ അനുഗ്രഹങ്ങളാ. ആ മരിച്ചു കിടക്കുമ്പോ അവർക്ക് വേണ്ടി ഒരു വെളിച്ചം എന്തെങ്കിലും കൊടുക്കണ്ടേ? നമ്മള് സുഖമില്ലാതെ കിടന്ന എത്ര പൈസ ബില്ലടയ്ക്കും. മരിച്ചുപോയാൽ നിങ്ങളെന്താ ഒന്നും ചെയ്യാത്തത്? ചെയ്യണം. അതവർക്ക് എത്തും. അതിലൂടെ അവർക്ക് സന്തോഷമുണ്ടാകും. 1000 രൂപ അഷ്റഫ് കോട്ട. പടച്ചവനെ അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. ഞങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പടച്ചവനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രോഗങ്ങൾ നൽകല്ലേ റബ്ബേ. ഈ രാവിൽ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്, എത്ര ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ലേ അല്ലാഹ്. അടുത്താരാ? ആമിർ. മാഷാ. പറയണ 1000 രൂപ. നീ സിപ്പപ്പ് വാങ്ങാൻ വെക്കുന്ന പൈസ മതി. ഐസ്ക്രീം വാങ്ങാൻ വെക്കണം. നാളെ മന്തി അടിക്കണ്ട. നീ ആ പൈസ കൊടു. ആമിർ. ഒരു സ്ത്രീ 500 രൂപ. 500 രൂപ എങ്കിൽ 500. ഇത്രയും സ്ത്രീകൾ ഉണ്ടായിട്ട് എത്ര? ഒരു 10,000-2000 സ്ത്രീകൾ ഉണ്ടാവും. പെട്ടെന്ന് കൊണ്ടുപോകും. എഴുതി കൊണ്ടുപോവാ. എഴുതിയത് കൊണ്ടുപോവാ. അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരിമാർക്ക് ആഫിയത്ത് കൊടുക്കണേ പടച്ചവനെ. ഫായിസ് മരിച്ച ഉപ്പാനും എടുത്തറ 1000 രൂപയുടെ ഫായിസ് പൊന്നുമോൻ. അല്ലാഹുവേ അവന് ആഫിയത്തുള്ള ദീർഘായുസ് ആരോഗ്യ സലാമത്ത് കൊടുക്കണം. ഉപ്പായോട് എത്ര വലിയ സ്നേഹമാണ് അല്ലാഹുവേ. ആ ഉപ്പാന്റെ പുള്ളിയാണ് ഇവൻ. അല്ലാഹുവേ ആ ഉപ്പാടെ ഖബർ സന്തോഷം കൊണ്ട് നിറക്കണേ അല്ലാഹ്. പുള്ളി നിങ്ങളെ മറന്നിട്ടില്ല കേട്ടോ ഉപ്പ. ആ കുട്ടി നിങ്ങൾക്ക് വേണ്ടി ചെയ്ത സദഖ റബ്ബേ ആ ഖബറിൽ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. 2500 രൂപ. മുഹമ്മദ് ഷാഫി. അല്ലാഹുവേ മരണപ്പെട്ടു പോയ ഷാഫിന്റെ മകനാ, മുമ്പത്തെ സെക്രട്ടറി മരണപ്പെട്ട ഷാഫി, അദ്ദേഹത്തിന്റെ മകൻ 2500. റഹ്മുറാഹിമായ അല്ലാഹ്, കരുണക്കടലായ റബ്ബേ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഈ സദഖ നിലനിൽക്കുന്നിടത്തോളം കാലം ആ ഖബറിൽ നീ വേദന കൊടുക്കല്ലേ അല്ലാഹ്. ഈ സദഖ ചെയ്തവർക്കും ആമീൻ പറഞ്ഞവർക്കും ദുആ ചെയ്തവർക്കും ഒരു ദുരന്തവും നീ നൽകല്ലേ അല്ലാഹ്. പാതിരാത്രിയൊക്കെ ദുആക്ക് ഇജാബത്തുണ്ട്. നമ്മളൊക്കെ സിനിമ ഗാനമേള ഇരുന്ന് കേട്ട് സമയം കളയല്ല. കല്യാണത്തിനൊക്കെ 2 മണി വരെ ഗാനമേള ഇരുന്ന് കേൾക്കാണ്. അതാ പറഞ്ഞത്, ഇത് ദുആയാണ്. ഇത് കബൂലിയ അല്ലാഹുവിന് ഇഷ്ടമുള്ള പണി. അബ്ദുള്ള ഷെറൂർ 500 രൂപ. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്ക പടച്ചവനെ. ആരോഗ്യ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. ആ സദഖയ്ക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരിമാരുടെ ഭാഗത്ത് വന്നിട്ടുണ്ടോ? ചൂടുവെള്ളം കുഴിച്ച് കുടിക്കും.
മരിച്ചുപോയി GP അബ്ദുള്ള മരിച്ച ഉമ്മ ഉപ്പാന്റെ പേരിൽ എത്ര 500 രൂപ. അല്ലാഹുവേ പടച്ചവനെ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ, മഗ്ഫിറത്ത് കൊടുക്കണേ മന്നാനെ, ആ ഖബർ സന്തോഷിപ്പിക്കണേ അല്ലാഹുവേ ഞങ്ങളെയും സാലിഹീങ്ങളോടൊപ്പം സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടണേ പടച്ചവനെ. അൽഹംദുലില്ലാ തണുപ്പ് നമുക്ക് ഇവിടെ സ്റ്റേജ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അവർക്കും പ്രശ്നമില്ല. ഈ ഇടയ്ക്കിരിക്കുന്നവരുടെ അസ്ഹാബുൽ അഅറാഫ് അവർക്ക് പ്രശ്നമാവും. അസ്ഹാബുൽ അഅറാഫാണ്, അതുമില്ല ഇവിടെ ഇല്ല. ഇടയ്ക്ക് ഒരു കൂട്ടരുണ്ട് സ്വർഗത്തിൽ നരകത്തിലല്ലാത്തവർ, അവരാണ് അസ്ഹാബുൽ അഅറാഫ്. അവരിങ്ങനെ വിഷമിച്ചിരിക്കായിരിക്കും. പെട്ടെന്ന് കുറെ ലിസ്റ്റിൽ 500, 1000, 2000, 2500, 25,000, 23,500, 22,500. തങ്ങ ദുആയിരുന്നിന് തങ്ങൾ ദുആയിരുന്നപ്പോൾ നമ്മുടെ ദുആയ്ക്ക് വലിയ ഇഷ്ടം പോലെ കൊടുത്ത മാഷാ അല്ലാഹ്. ലക്ഷം ഉണ്ടല്ലോ. 25,000, 23,500, 1000, 10,000 എല്ലാം ഉണ്ട്. തങ്ങൾ ഇതെല്ലാം വായിച്ചു അല്ലേ? അൽഹംദുലില്ലാ. കുറച്ചോനെ ഞാനും കൂടെ ദ്വാരക്കാണ് റഹ്മാനെ, ഇവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആ 10,000 രൂപ നൽകിയ സഹോദരങ്ങൾ, ആ ഫാമിലി, ആ കുടുംബക്കാരെ അല്ലാഹുവേ ഖൈർ കൊണ്ട് അനുഗ്രഹിക്കണേ പടച്ചവനെ. എല്ലാ ഷുറൂറുകളെ തൊട്ട് രക്ഷിക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയമില്ല, ജൽദി വണ്ടി പോകും. പെട്ടെന്നാണ് മണി 12 സുബഹിസ്കരിക്കണം. ചുമ്മാ വാളും പറഞ്ഞു നടന്നിട്ട് കാര്യമൊന്നുമില്ല. യാ അല്ലാഹ്. മരിച്ച ഉപ്പപ്പാന്റെ പേരിൽ 500 രൂപ, ഒരു സ്ത്രീ 500 രൂപ, ഉബൈദ് SU 1000 രൂപ. അല്ലാഹുവേ പടച്ചവനെ ഈ സഹോദരങ്ങൾ ചെയ്ത ഈ സദഖ നീ സ്വീകരിക്കണേ പടച്ചവനെ, അർഹമായ കൂലി കൊടുക്കണേ റബ്ബേ. റജബിന്റെ രാവിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. اللهم وفقنا فيه للقيام والصيام وتلاوة القرآن على الوجه الذي يرضيك عنا يا رب العالمين. അവിടെ ആരെ മുസാവാത്ത് ചെയ്യാനാ? എല്ലാ മലക്കുകളെ മുസാവാത്ത് ചെയ്യാൻ എല്ലാരും തന്നിട്ടുണ്ടപ്പാ. മേലുള്ള ആള് തന്നില്ല, അവിടെ ഇരിക്കുന്നവരെല്ലാം പിടിച്ചു വാങ്ങാൻ ആട്ടോയ്ക്കുള്ള പൈസ ഉണ്ട്, അതും കൂടെ പിടിച്ചു വാങ്ങാണ്. എത്ര? അൽഹംദുലില്ലാ. GM മരിച്ചുപോയ ഉപ്പ ഉമ്മാന്റെ പേരിൽ അലി 2000 രൂപ, ഒരു സഹോദരി 1000 രൂപ. അലി GM. അല്ലാഹുവേ പടച്ചവനെ റഹ്മാനായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, മരണപ്പെട്ട ഉമ്മാന്റെ ഖബർ സന്തോഷം കൊടുക്കണേ അല്ലാഹ്, ഉപ്പാക്ക് സന്തോഷം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഒരു സഹോദരിയുടെ ആ സദഖ നീ നിയ്യത്ത് എന്താണോ ആ സദഖ നീ ഖബൂലാക്കി അവരുടെ നിയ്യത്ത് നീ ഹാസിലാക്കി കൊടുക്കണേ പടച്ച റബ്ബേ. ഓടിക്കൊണ്ട് അവിടെ എഴുതി വെച്ചെല്ലാം കൊണ്ടോ പെട്ടെന്ന് ജൽദി ദ്വാരക്കാൻ പോവാണ്. ജി അബ്ദുറഹ്മാൻ മരിച്ചവർക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി എത്ര? 500 രൂപ. അല്ലാഹുവേ മരണപ്പെട്ട മാതാപിതാക്കളുടെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് കൊടുക്കണേ അല്ലാഹ്, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ പടച്ച റബ്ബേ. ഗുണാജെ കാണാ പിടിക്കണേ പേര്. തീർന്ന ഹബീബ പ്രസിഡന്റ് എന്തായി? ഓടി വാ, നോക്കിയാൽ സുബൈർ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? പെട്ടെന്ന് പെട്ടെന്ന് ഓടിപ്പോയി നോക്കും. ജൽദി സുറ. ഓൺലൈനിലൊന്നും വന്നില്ലേ? ഈ ചങ്ങാതിമാര് ഓൺലൈനിലൂടെ വെറുതെ ഫ്രീ ആയിട്ടിരുന്ന് വന്നു വെക്കുകയാണ് എല്ലാരും. ഒരു സദഖകളൊക്കെ ചെയ്യാം, ഓൺലൈനിലൊക്കെ കാണുന്നവർക്കും സദഖ ചെയ്യാം. അതിലൊക്കെ ദൂരെ പലരും കാണുമല്ലോ. ഗൾഫിൽ നിന്നൊക്കെ മേടിച്ചെന്ന് എന്നെ കൊണ്ട് ലാസ്റ്റ് കണ്ടെത്തി വടിച്ചെടുക്കണം. ലാസ്റ്റല്ല വടിച്ചിങ്ങനെ എടുക്കാം. ഉള്ളത് മൊത്തം പിഴിഞ്ഞ് ഉള്ളതെല്ലാം തിന്നിന് പ്ലേറ്റ് വടിക്കുകയാണ്. ഇതില്ല അതല്ലേ അൽഹംദുലില്ലാ. തീർന്ന അവിടെ ലിസ്റ്റ് എഴുതുന്ന ഓടി വന്നെ മക്കളെ, ഓടി ഉണ്ട്. അല്ലാഹു ഒരു സ്വലാത്തു അലൈഹി ബർക്കത്ത് ഇട്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ചൂട് പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്ത്രീ 500 രൂപ കുറച്ചൊടിക്കാം. നല്ല ചൂട് വെള്ളമായി പോയില്ലേ? മതി. ഞാൻ കട്ടൻ ചായ ഉദ്ദേശിച്ചത്. കുഴപ്പമില്ല. ഇതിലെ പ്രാണി അല്ലാഹുവേ പടച്ചവനെ ആ സഹോദരിക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ.
1000 രൂപ മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ ഖബറിലേക്ക് ഒരു സഹോദരി 1000 രൂപ. അല്ലാഹുവേ, ആ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. പടച്ചവനെ, ആ സഹോദരിയുടെ ഭർത്താവിനെയും അവരുടെ മക്കളെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹുവേ നീ സബബാക്കണേ. സ്വതക്ക നീ സബബാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ പടച്ച റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓടി അവിടെ എഴുതി കാത്തിബീങ്ങളെ പെട്ടെന്ന് പറ. അല്ലാഹ് മാ യൽഫുദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് കിറാമൻ കാത്തിബീൻ യഅലമൂന മാ. 4000 രൂപ. ഖലാസ് ഹലാലായി മുറാദ് ഹാസിലാവാൻ 200 രൂപ. അല്ലാഹ്, എന്നാ പിന്നെ നമുക്ക് അത്ര മുറാദ് കിടക്കുന്ന ഹാസില 200 രൂപ ഹലാലായ ഉദ്ദേശം. അല്ലാഹുവേ പടച്ചവനെ, ഹലാലാണെങ്കിൽ നീ അത് സാധിച്ചു കൊടുക്കണേ പടച്ചവനെ. ഹലാലായ ഉദ്ദേശങ്ങൾ ലക്ഷ്യമാക്കി അല്ലാഹുവേ ചെയ്യുന്ന സദഖ സ്വീകരിക്കണേ അല്ലാഹ്. പെണ്ണിനെ പ്രേമിച്ചിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ഹലാലായ നിയത്ത ഉസ്താദ് ദുആ ചെയ്യണം. അങ്ങനെ ഒരുപാട് ദുആ വരുന്നുണ്ട്. ഹലാലായ ഉദ്ദേശമാണ്. 1000 രൂപ 1000 രൂപ അയച്ച് ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ടുണ്ട്. 1000 രൂപ ഒരു സ്ത്രീ. മാഷാ അല്ലാഹ്. ഇപ്പം ഞാനടുത്ത് പ്രസംഗിക്കാൻ ബക്കറ്റ് പിരിവിൽ ബക്കറ്റിനകത്തുണ്ട് എന്റെ സ്കാനിങ് അല്ലേ, ഗൂഗിൾ പേ അടിച്ചു കൊടുക്കുക എല്ലാം. ഇപ്പൊ ഗൂഗിൾ. അല്ലാഹുവേ, ആ സഹോദരിക്ക് ആഫിയത്ത് കൊടുക്കണേ, ആരോഗ്യം കൊടുക്കണേ പടച്ചവനെ. ആ ഗൂഗിൾ പേയിൽ പൈസ നിറച്ചു കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഖൈറിന് വേണ്ടി ഉപയോഗിക്കാം. അൽഹംദുലില്ലാഹ്. 500 രൂപ രോഗം മാറിക്കിട്ടാൻ 500 രൂപ. അല്ലാഹുവേ പടച്ചവനെ, ആ സഹോദരിക്കും ഞങ്ങൾക്കും ബാക്കിയുള്ള സഹോദരിമാർക്കും ശാരീരികമായ മാനസികമായ എത്ര വലുതും ചെറുതുമായ രോഗമാണെങ്കിലും അല്ലാഹ് ഈ റജബിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫയാക്കണേ അല്ലാഹ്. ശിഫയാക്കണേ അല്ലാഹ്. ശിഫയാക്കണേ അല്ലാഹ്. എന്തായി തീർന്ന മദീപ്പ നിർത്ത്. ഇഷ്ടം പോലെ 2 മിനിറ്റ് ഉണ്ട്. കിട്ടുമോ? ഓടി വാ. കാരണം പെണ്ണുങ്ങളൊക്കെ ഈ തൂക്കിയിട്ടുണ്ട് നടക്കുന്നല്ല. ഇത് തൂക്കിയിട്ടുണ്ട് നടന്നിട്ട് കാര്യമുണ്ട്. പോയി ചോദിച്ചു വാങ്ങിക്കണ്ടേ. കുല്ല ഇൻസാൻ അൽസംനാഹു തായിറഹു ഫി ഉനുകിഹി. അൽഹംദുലില്ലാഹ്. ഓടി കൊളസ്ട്രോൾ കുറയട്ടെ. ഓട്. അല്ലാഹ്, നമ്മുടെ പെണ്ണുങ്ങൾക്ക് നല്ല പെണ്ണുങ്ങന്മാരപ്പ, ഗുണാജയിലെ പെണ്ണുങ്ങള്. ഇവിടെ ഒന്നും കർണാടക ഭാഷയല്ല ഇല്ലയോ? കർണാടക അറിയോ ഉള്ളവർക്ക്? കന്നഡ മാടിത്ത അനിഹ ഭാഷ അത്ര കണ്ട. സൂറ 1000 രൂപ. ഷാജി ഒരു സ്ത്രീ 1000 രൂപ. ഫർസാന 1000 രൂപ. മരിച്ച ഉമ്മ ഉപ്പാടെ പേരിൽ 1000 രൂപ. വീട് പണി പൂർത്തിയാകാൻ 500 രൂപ. നൂർജ 501 രൂപ. ഉമ്മാന്റെ രോഗം മാറാൻ 1000 രൂപ. ഒരു സ്ത്രീ 1000. മരിച്ച ഉപ്പ ഉമ്മാന്റെ പേരിൽ. മകൻ സംസാരശേഷി കിട്ടാൻ ഒരു സ്ത്രീ 1000 രൂപ. മരണപ്പെട്ട ഉമ്മാന്റെ പേരിൽ 500 രൂപ. ഒരു സഹോദരി 500. മരണപ്പെട്ടവരുടെ പേർക്ക് അല്ലാഹ് മോന് വേണ്ടിയിട്ടാണോ? ഒരു സഹോദരി. ഈ ഒരു സ്ത്രീ എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു സ്ത്രീകൾ പരസ്ത്രീയാവും. പിന്നെ അവസാനം പിന്നെ ആളെപ്പെട്ട് ഒരു സ്ത്രീ ഏത് സ്ത്രീ? അതാ സ്ത്രീയെ കാണുള്ളൂ, ഉലൂസ് കാണൂല. അപ്പൊ അതുകൊണ്ടെല്ലാം നമ്പറൊക്കെ എഴുതി വാങ്ങിച്ചോട്ടോ. എഴുതുന്നുണ്ടോ? നമ്പർ എഴുതി വാങ്ങിച്ചാ? നമ്പർ എഴുതി വാങ്ങിക്കൊള്ളണം. 10 നമ്പർ ഉണ്ട്. എണ്ണി നോക്കണം, ഒന്ന് അടിച്ചു നോക്കണം. അല്ലെങ്കിൽ അടിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന റക്കമല്ലതി തലത്തഹു ഗൈറു മൗജൂദ്. ചിലപ്പോ ഈ പറയുന്നത് കാണൂല, സംഭവം എക്സ്പയർ ആയതൊക്കെ കാണും. അപ്പൊ ഒന്ന് നോക്കി വെച്ചോ എല്ലാം. അൽഹംദുലില്ലാഹ്. സഹോദരിമാരൊക്കെ നാളേക്ക് ഉണ്ടോ പരിപാടി? ഇന്ന് ലാസ്റ്റാ? ഖിയാമത്ത് നാൾ ഇന്നാ? ഓ, അത് ശരി. അപ്പൊ ഇനി പള്ളിയിൽ എത്തിച്ചാലും മതി അല്ലേ? അല്ലെ നിങ്ങൾ വാങ്ങിക്കോളും, സംഘാടകർ പോയി വാങ്ങിക്കോളും അല്ലേ? നിങ്ങളൊരു ചെറിയ ചോറും പൊതിയൊക്കെ കൊടുത്തിടാറുണ്ട്. ഭക്ഷണം എന്നാ പിന്നെ എല്ലാവരും 25ാം വാർഷികത്തിൽ ഇവർക്ക് എന്ത് സമ്മാനമായിട്ട് നിങ്ങളുടെ വകയായിട്ട് ഒരു ബിരിയാണി അല്ലേ ഒക്കെ ചെയ്യേണ്ടായിരുന്നു. കാപ്പി തന്നെ ഞാൻ പറഞ്ഞിട്ടാ കൊടുത്തത്. എല്ലാവർക്കും കുറച്ച് കാപ്പി കൊടുക്കണേന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സെറ്റാക്കി അവർക്ക് കാപ്പിയായി. 25ാം ഞാൻ വിചാരിച്ച് നാളെയും കൂടെ ഉണ്ടാവുന്നു. അൽഹംദുലില്ലാഹ്. അനി പോട്ടെ. പിന്നെ വെൽഫെയർ ആയതുകൊണ്ട് നമ്മൾ ഇനി ചാപ്പാടൊന്നും നോക്കണ്ട. ഒരു സാധുക്കളെ സഹായിക്കുന്നവരല്ലേ. അള്ളാഹു ആ സഹോദരങ്ങൾക്ക് സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അള്ളാഹു അർഹമായ കൂലി കൊടുക്കുമാറാകട്ടെ. ദ്വാരക്കട്ടെ. കാത്തിബീങ്ങൾ പറഞ്ഞാലേ നമുക്ക് ദ്വാരക്കാൻ പറ്റുള്ളൂ.
കേൾക്കാമല്ലോ. ഇനി ഇടയ്ക്ക് കൊണ്ടുവരരുത്. ഇനി എഴുതിക്കൊണ്ട് ഇനി എഴുതാൻ പോയിട്ടുണ്ടോ? ഒരുപാട് സഹോദരിമാരെ സഹോദരങ്ങളും അൽഹംദുലില്ലാഹ് കാര്യമായ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പടച്ച തമ്പുരാൻ ഈ സദഖകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ കൂലി നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാലും നമ്മുടെ മജ്ലിസ് അല്ലേ, ലാസ്റ്റ് മജ്ലിസ്. അപ്പോൾ ഒരു 10 ഇസ്തിഗ്ഫാർ ചെയ്യും എല്ലാവരും. നല്ല മാസം ഈ രാവിലെ നമ്മളൊക്കെ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ദുആകളൊക്കെ സ്വീകരിക്കട്ടെ. പലരും പല ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ചെയ്ത ദുആ അല്ലേ, ചെയ്യിപ്പിച്ച ദുആ അല്ലേ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കബൂലാവണമല്ലോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 الذي لا إله إلا هو الحي القيوم وأتوب إليه عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله عدد ما خلق والحمد لله ملء ما خلق. الحمد لله ملء ما في السماوات ملء ما في الأرض ملء ما شئت. الحمد لله عدد ما عصى كتابه والحمد لله ملء ما عصى كتابه. الحمد لله عدد كل شيء والحمد لله ملء كل شيء. فسبحان الله حين تمسون وحين تصبحون وله الحمد في السماوات والأرض وعشيا وحين تظهرون. يخرج الحي من الميت ويخرج الميت من الحي ويحيي الأرض بعد موتها كذلك تخرجون. اللهم صل وسلم وكرم ومجد وعظم وبارك وأنعم على سيدنا ووسيلتنا وشفيعنا ومولانا وقرة أعيننا وهادينا وفخرنا وذخرنا ومنجانا وملجانا محمد صلى الله عليه وسلم وعلى آله وأصحابه وتباعه عدد ما في علم الله صلاة دائمة بدوام ملك الله صلاة تكون لك رضا ولحقه أداء. اللهم احفظنا بها من جميع الأشرار اللهم احفظنا بها من جميع الأشرار اللهم احفظنا بها من جميع الأشرار وحسن بها ختامنا يا خالق الليل والنهار يا من لا تراه العيون ولا تخالطه الظنون ولا يصفه الواصفون ولا تغيره الحوادث ولا يخشى الدوائر. يعلم مثاقيل الجبال ومكاييل البحار يعلم عدد قطر الأمطار يعلم عدد ورق الأشجار يعلم عدد ما ظلم عليه الليل وأشرق عليه النهار. ولا تواري منه سماء سماء ولا أرض أرضا ولا بحر ما في قعره ولا جبل ما في بعره. اللهم اجعل خير أعمالنا آخره وخير أعمالنا خواتمه وخير أيامنا يوم نلقاك فيه. أرحم الراحمين يا الله ഈ ദുആ നീ സ്വീകരിക്കണേ പടച്ചവനെ. സാധുക്കളാണ് ഞങ്ങൾ, തെറ്റ് ചെയ്തവരാണ് ഞങ്ങൾ, തെറ്റുകൾ ചെയ്ത കറുത്ത കരങ്ങളാണ് അല്ലാഹ്. നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്, മാപ്പാക്കണേ അല്ലാഹ്. പടച്ചവനെ രഹസ്യത്തിലും പരസ്യത്തിലും നിന്നെ ഭയപ്പെടുന്നവരാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്ദ്യരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ലേ പടച്ചവനെ, നരകാവകാശികളിൽ പെടുത്തല്ലേ പടച്ചവനെ. അല്ലാഹുവേ നിന്നെ അനുസരിച്ച് വഴിപ്പെട്ട് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ഗൈബിയായ സഹായം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ നാഫിയായ ഇൽമു നൽകണേ അല്ലാഹ്. റബ്ബാനിയായ ആലിമീങ്ങൾ പെടുത്തണേ അല്ലാഹ്. ദുനിയാവിന്റെ ഉലമാക്കളിൽ പെടുത്തല്ലേ അല്ലാഹ്. നരകം കത്തിക്കുന്ന ഉലമാക്കളെ ആക്കല്ലേ റബ്ബേ. പടച്ച റബ്ബേ ഞങ്ങളുടെ ഇൽമിൽ നീ നൂറ് താ അല്ലാഹ്, ബർക്കത്ത് താ അല്ലാഹ്, ഹിദായത്ത് താ അല്ലാഹ്. പടച്ചവനെ ഫഹ്മ് താ അല്ലാഹ്, ഹിഫ്ള് താ അല്ലാഹ്, തഫ്ഹീം താ അല്ലാഹ്, തഅഫീൽ താ അല്ലാഹ്. പടച്ചവനെ റഹ്മാനും റഹീമുമായ അല്ലാഹ്, പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മജ്ലിസാണ് അല്ലാഹ്. അവരാൽ കഴിയുന്ന സദഖകൾ നൽകിയ മജ്ലിസാണ് പടച്ചവനെ. കൈവിടല്ലേ അല്ലാഹ്, കൈവിടല്ലേ അല്ലാഹ്, കൈവിടല്ലേ അല്ലാഹ്. ആശുപത്രിയിൽ പോയി ക്യൂ നിൽക്കേണ്ട രോഗികളാക്കി മാറ്റല്ലേ അല്ലാഹ്. മരണം വരെ മരുന്ന് കഴിക്കുന്ന രോഗികളാക്കല്ലേ പടച്ചവനെ. എത്ര ചികിത്സിച്ചാലും മാറാത്ത രോഗം തന്ന് നിരാശപ്പെടുത്തല്ലേ പടച്ചവനെ. മരണം വരെ നിന്ന് നമസ്കരിക്കാൻ ആഫിയത്ത് താ അല്ലാഹ്, ആഫിയത്ത് താ അല്ലാഹ്, ആഫിയത്ത് താ അല്ലാഹ്. പടച്ചവനെ ഹാർട്ട് അറ്റാക്കിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. സ്ട്രോക്കിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. കരൾ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. ഗർഭസംബന്ധമായ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. PCODയിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ്. നടുവുവേദന ഊരവേദനയെ തൊട്ട്
രക്ഷിക്കണേ അല്ലാ. മുട്ടുകാല് വേദനയെ തൊട്ട് സഹായിക്കണേ അല്ലാ. അലർജി ആസ്മ പോലത്തെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞു മക്കളുടെ രോഗങ്ങൾ അല്ലാഹുവേ, ഞങ്ങളുടെ മരുമക്കളുടെ രോഗങ്ങൾ അല്ലാഹുവേ, നീ ആഫിയത്ത് കൊടുത്ത് സഹായിക്കണേ അല്ലാ. ശിഫ കൊടുക്കണേ അല്ലാ. കാമിലായ വാഫിറായ ശിഫ കൊടുക്കണേ അല്ലാ. യാത്ര ചെയ്യുന്നവരാണ്, അപകടങ്ങളെ തൊട്ട് രക്ഷിക്കണേ പടച്ചവനെ. ആരോരുമില്ലാതെ ആളുകളുടെ അനക്കമില്ലാത്ത സ്ഥലത്ത് വഴിയോരത്ത് കിടന്ന് പടച്ചവനെ പിടഞ്ഞു മരിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉസ്താദുമാര്, മാതാപിതാക്കള്, ബന്ധുമിത്രാദികള്, കൂട്ടുകുടുംബാദികള്, ഈ സദസ്സിൽ ഇരിക്കുന്നവരുടെ കുടുംബങ്ങളോട് മരണപ്പെട്ട് പള്ളിയുടെ മക്ബറയിൽ അടക്കം ചെയ്യപ്പെട്ടവര് അല്ലാ പുറത്തു കൊടുക്കണേ റബ്ബേ. അവർക്ക് വേണ്ടി ഞങ്ങളെ ശഫാഅത്ത് ചെയ്യുന്നു അല്ലാഹുവേ. ആ ഖബർ വിശാലത കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ഖബറിന്റെ അദാബിനെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയിൽ വിജയം കൊടുക്കണേ അല്ലാ. SSLC പരീക്ഷ നീ വിജയിപ്പിക്കണേ അല്ലാഹുവേ. നല്ല ബുദ്ധി കൊടുക്കണേ പടച്ചവനെ. സംസാരിക്കാൻ കഴിയാത്ത മക്കൾക്ക് സംസാരിക്കാനുള്ള ശേഷി കൊടുക്കണേ അല്ലാ. അവരെ നീ കല്ലമല്ലാഹു മൂസ തക്ലീമാ, നീ അവരെ സംസാരിപ്പിക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ പടച്ചവനെ. വീടിന്റെ പണി നടക്കുന്നവരുടെ പണി എത്രയും വേഗം നീ പൂർത്തിയാക്കി കൊടുത്ത് സഹായിക്കണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സഹായം ചെയ്തവര് അല്ലാത്തവര് അല്ലാഹുവേ, ആ പ്രവാസികൾക്ക് എല്ലാ ഖൈർ ബർക്കാത്തുകൾ കൊടുക്കണേ റബ്ബേ. അപകടങ്ങളെ തൊട്ട് രക്ഷിക്കണേ അല്ലാഹുവേ. പടച്ച റബ്ബേ, ഇത്രയും സമയം ഇവിടെ ഇരുന്ന് ഈ വാഴ്ന്നു കേട്ട സഹോദരങ്ങള്, സഹോദരിമാര്, അല്ലാഹു ഉസ്താദുമാര്, ആലിമീങ്ങൾ, ഉമറാക്കൾ, ഈ പാവപ്പെട്ട വിനീതൻ അടക്കമുള്ളവര് അല്ലാഹുവേ, 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 നീ ആഫിയത്ത് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. ദീർഘായുസ്സ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിമ്മാ ഇൻദക വഅഫിദ് അലൈനാ മിൻ ഫളലിക വൻസുർ അലൈനാ മിൻ റഹ്മതിക വഅൻസിൽ അലൈനാ മിൻ ബറകാതിക യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ മൗത്തിൽ ഫുജാഅ വമിൻ ലദ്ഗത്തിൽ ഹയ്യതി വമിനൽ ഹറഖി വമിനൽ ഗർഖി വമിൻ അൻ നഖിറ അലാ ഷൈഇൻ ഫിൽ അർളി വമിനൽ ഖത്ലി ഇൻദ ഫിറാറിസ് സഹഫ്. അല്ലാഹുവേ, വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്നവർ, രോഗിയായി കിടക്കുന്നവരെ പടച്ചവനെ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. കടക്കാരുടെ കടം എത്രയും വേഗം പൂർത്തിയാക്കണേ അല്ലാ. ഒരു ദിർഹം, ഒരു രൂപ കടക്കാരനാക്കി മരിപ്പിക്കല്ലേ പടച്ചവനെ. അല്ലാ, മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ കൊടുക്കണേ പടച്ചവനെ, കൊടുക്കണേ പടച്ചവനെ. അല്ലാ, ഈ സംഘാടകർക്ക് എല്ലാ ഖൈർ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈ നാട്ടിൽ നീ ബർക്കത്ത് ഇറക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഇവര് ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ നാട്ടിലെ എല്ലാ മുസീബത്തും മാറ്റി കളയണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ ആരെയും രോഗികളാക്കി കിടത്തി കളയല്ലേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഗുണാജെ വെൽഫെയർ അസോസിയേഷന്റെ 25ാം വാർഷിക പരിപാടി ഇന്നത്തേക്ക് 3 ദിവസമായി സമാപിച്ചിരിക്കുകയാണ്. നല്ല രീതിയിൽ വന്ന് നമുക്ക് കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ മുത്തുക്കോയ തങ്ങൾ അവർക്കും പ്രഭാഷണം ചെയ്തു തന്ന നമ്മുടെ ആഫിൽ EP അബൂബക്കർ അൽ കാസിമി ഉസ്താദിനും വ്യക്തിപരമായ പേരിലും വെൽഫെയറിന്റെ പേരിലും അതുപോലെ തന്നെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു.